നിയമപ്രകാരമുള്ള ഒരു വസ്തുവിനെ കയ്യേറി കൈവശപ്പെടുത്തുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതിയോ മതമോ നമുക്ക് നോക്കേണ്ടതില്ല. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുനമ്പം ജനതയെ വെല്ലുവിളിച്ച് വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ മുനമ്പത്തെ വഖഫ് ഭൂമി കയ്യേറിയതാണെന്നും അത് മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും സക്കീർ. കയ്യേറ്റക്കാർക്ക് മതവും ജാതിയുമുണ്ടോ എന്നാണ് വഖഫ് ബോർഡ് ചെയർമാൻ്റെ ചോദ്യം. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. മുനമ്പത്ത് വഖഫ് ബോർഡിൻ്റെ ഗുണ്ടായിസമോ? ലത്തീൻ രൂപതയുടെ പ്രതിനിധി ഫാദർ ജോഷി മയ്യാറ്റിൽ, BJP വക്താവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, വഖഫ് സംരക്ഷണ സമിതി കൺവീനർ TA മുജീബ് റഹ്മാൻ, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഒരിക്കൽ കൂടി പ്രേക്ഷകരെയും. ഫാദർ ജോഷി മയ്യാറ്റിൽ, മുനമ്പത്തെ 610 കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണിത്. അവരുടെ റവന്യൂ അവകാശം നിഷേധിക്കപ്പെട്ടു, നഷ്ടപ്പെട്ടു. അവർ കുടിയിറക്കൽ ഭീഷണിയിലാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന സമീപനമല്ലേ വഖഫ് ബോർഡ് ചെയർമാൻ സ്വീകരിച്ചിരിക്കുന്നത്? അത് അത്ഭുതപ്പെടുന്നില്ല, അത് തീരെ അത്ഭുതമില്ല. കാരണം 1995 ഇതുപോലൊരു ഭീകരമായ നിയമം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് ഒരു ശരിയത്ത് നിയമത്തിന് വേണ്ടി ഇവിടെ എല്ലാ വിധത്തിലുമുള്ള ഒരു ഒരു സപ്പോർട്ട് നൽകിക്കൊണ്ട് എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും അതിനു കീഴിൽ കൊണ്ടുവരാവുന്ന രീതിയിലുള്ള ഒരു ലെജിസ്ലേഷൻ നടന്ന നാട്ടിൽ 1995 വഖഫ് ആക്ട് 1995 ശ്രദ്ധാപൂർവം വായിച്ചാൽ ഇത് ഇന്ത്യ തന്നെയാണോ, ഇത് മതേതര ഇന്ത്യയാണോ, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഇന്ത്യയാണോ, ഇതൊരു ജനാധിപത്യം നിലവിലുള്ള ഇന്ത്യയാണോ, അതോ ഇതൊരു തെയോക്രാറ്റിക് കൺട്രിയാണോ എന്നൊക്കെയുള്ള സ്വാഭാവികമായ സംശയം ആർക്കും ഉണ്ടാകും. പക്ഷേ 1995 അങ്ങനെ ഒരു നിയമം ഉണ്ടായിട്ട് മാന്യന്മാരാണ് വഖഫ് ബോർഡിന്റെ തലപ്പത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് ഒത്തിരി നാളുകള് നമ്മൾ ഈ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് പോലെ ഈ സക്കീറിനെ പോലെയൊക്കെ ഉള്ള ആളുകള് ഇതിന്റെയൊക്കെ തലപ്പത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം 2008 മുതൽ ഇങ്ങോട്ട് ഈ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നവരുടെ നിലവാരം, ആ നിലവാരത്തിനൊപ്പിച്ചുള്ള അഭിപ്രായങ്ങളും പ്രകടനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരള ജനതയുടെ, മലയാളി മനസ്സിന്റെ വലിയ വിഷമവും വേദനയും തിരിച്ചറിയാൻ ഇവർക്ക് കഴിയാതെ പോകുന്നു. ഈ സമയത്ത് പോലും ഇത്രമാത്രം ജനത്തിന്റെ മനസ്സിൽ ഈ കടന്നുകയറ്റക്കാരായ നിയമപരിരക്ഷയുള്ള കൊള്ളസംഘം എന്ന് വിശേഷിപ്പിക്കേണ്ടി വന്നിരിക്കുന്ന, സത്യത്തിൽ നോക്കൂ, വഖഫ് എന്ന് പറയുന്നത് ഒരു മതപരമായ ഒരു പ്രവൃത്തിയാണ്. അത് മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഒന്നാണ്. അത് പരിരക്ഷിക്കപ്പെടുക എന്നുള്ള രീതിയിൽ വഖഫ് ബോർഡ് അവിടെയുണ്ട്. ഇതിനൊന്നും ആരും എതിർക്കുന്നില്ല. വഖഫ് അവിടെ നടക്കണം, അവരുടെ ഇടയിൽ നടക്കണം. വഖഫ് ബോർഡ് അക്കാര്യങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകണം. പക്ഷേ ഇങ്ങനെ ഒരു പേഴ്സണൽ ലോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ ഇന്ന് ഇന്ത്യയിലെ സകല പൗരന്മാരുടെയും മേൽ, അത് ആരായാലും കൊള്ളാം, ഇതാണ് ഇവിടുത്തെ നിയമം എന്ന രീതിയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു നിയമം ഇവിടെ ഉണ്ടായി. അത് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ, ഒരു മതേതര ബോധവുമില്ലാതെ, ഒരു നീതി ബോധവുമില്ലാതെ എന്തും പിടിച്ചെടുക്കാൻ തക്ക രീതിയിലുള്ള പഴുതുകളിട്ട് നിർമ്മിച്ച നിയമം, ആ നിയമം ഉപയോഗിക്കാൻ തക്ക വിധത്തിലുള്ള റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തേക്ക് വന്നു. അങ്ങനെ അവര് ഇപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമായി ഒരിക്കൽ കൂടി എനിക്ക് ഞാൻ ഓർക്കണം, ഓഗസ്റ്റ് 12 ദീപിക പത്രത്തിൽ എഴുതിയതില് ഒരു ടൈറ്റിൽ അതായിരുന്നു, നിയമപരിരക്ഷയുള്ള കൊള്ളസംഘം എന്നായിരുന്നു.
നിയമപരിരക്ഷയുള്ള കൊള്ള സംഘം, അത് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയേണ്ട ഒരു അവസരം വന്നിരിക്കുന്നു. നിയമപരിരക്ഷയുള്ള ഈ കൊള്ള സംഘത്തെ ഈ മതേതര ഇന്ത്യക്ക് കടിഞ്ഞാണിട്ടേ പറ്റൂ. ഇവിടെ വർഗീയതയുടെ വിഷയമോ ഇവിടെ ജാതീയതയുടെ വിഷയമോ ഒന്നുമല്ല. ഇതൊരു കൊള്ളയാണ്, ഒരു കൊള്ള, നിയമത്തിന്റെ പരിരക്ഷയുള്ള കൊള്ള. പക്ഷെ അധികം വൈകാതെ ഇതിന് കടിഞ്ഞാണിടപ്പെടും എന്ന വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യയിലെ ജാതി മത ഭേദമന്യേയുള്ള പൗരന്മാര് പ്രതീക്ഷിച്ച് ഇരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ആ പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് കുറച്ചു നാൾ കൂടി സക്കീർമാര് ഇങ്ങനെയുള്ള ബഹളങ്ങൾ ഉണ്ടാക്കട്ടെ. അതില് നമ്മൾ അത്ഭുതപ്പെടുന്നില്ല, അസ്വസ്ഥപ്പെടുന്നില്ല. എങ്കിലും മുനമ്പംകാര് 3 വർഷമായിട്ട് തികച്ചും അന്യായമായ ഈ കൊള്ള സംഘത്തിന്റെ പിടിച്ചെടുക്കൽ, അധിനിവേശം, അതിന് വിധേയരായിക്കൊണ്ട് ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ 3 വർഷമായി ഈ ജനം, മുനമ്പത്തെ ജനം റവന്യൂ തടങ്കലിലായിരിക്കുന്നു എന്നുള്ളത് അത് എല്ലാവരും കണ്ണു തുറന്ന് കാണുന്ന കാഴ്ചയാണ്. ഈ സമയത്ത് പോലും ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് ചിലർ വരുമ്പോൾ നമുക്ക് ഇപ്പോഴുള്ള ആ അവസ്ഥകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ഭുതമെന്നും തോന്നാൻ വകയില്ല. പക്ഷേ ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. കുറെ കൂടി ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെയും ഇന്ത്യയുടെ മതേതരത്വത്തെയും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും സംരക്ഷിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വവും വലിയൊരു ദൃഢ തീരുമാനവുമാണ് നമുക്ക് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, മുജീബ് റഹ്മാൻ, ആരെയും കുടിയൊഴിപ്പിക്കില്ലെന്ന് പറഞ്ഞ നിങ്ങൾ സ്വരം മാറ്റുന്നു, സ്വരം കടുപ്പിക്കുന്നു. ഇപ്പോൾ മുനമ്പത്തുകാരെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. മോശമല്ലേ മുജീബ് റഹ്മാൻ? നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആദ്യമായി സംസാരിച്ച ഫാദർ ജോഷി മയ്യാട്ടിൽ, അദ്ദേഹം ഒരു വൈദികനാണ്. ഞങ്ങളെപ്പോലെ സാധാരണക്കാർ ചിലപ്പോൾ ചാനൽ ചർച്ചയിലോ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു പൊതുസമ്മേളനത്തിലെ പ്രസംഗത്തിലോ പത്രസമ്മേളനത്തിലോ ഒക്കെ സംസാരിക്കുമ്പോൾ പോരായ്മകളുണ്ടാകും. പക്ഷെ അദ്ദേഹം ധരിച്ചിട്ടുള്ളത് ആ വസ്ത്രത്തോട് അദ്ദേഹം മാന്യത പുലർത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സംസാരങ്ങൾ അത് ഒരു മത അധ്യക്ഷൻ എന്ന രീതിയിലോ അതല്ലെങ്കിൽ ഒരു ക്രൈസ്തവ പാതിരി എന്നുള്ള രീതിയിലോ വരാൻ പാടില്ലാത്ത വാക്കുകളാണ്. അതിപ്പോൾ ഈ ചർച്ചയിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പല ചർച്ചകളിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹം വളരെ നിലവാരം കുറഞ്ഞ നിലയിലേക്ക് അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹം നിലവിലൊരു മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെ, ഇതൊരു ഇന്ത്യ മതേതരത്വ രാഷ്ട്രമാണ് എന്ന് അദ്ദേഹം നമ്മെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. നമുക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോടും ജനാധിപത്യ സംവിധാനങ്ങളോടുമൊക്കെ ബഹുമാനമുള്ളവരാണ്. മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇത് അധിനിവേശം എന്നുള്ള നിലയിലും അതേപോലെ തന്നെ കൊള്ള സംഘം എന്നുള്ള നിലയിലുമൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോൾ എനിക്ക് തിരിച്ച് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഈ മുനമ്പത്തെ 404.76 ഏക്കർ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം അദ്ദേഹത്തെ പോലുള്ളവർ തുറന്ന് സംസാരിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അവിടെ ഈ കഴിഞ്ഞ 1988 മുതൽ 1991 വരെയുള്ള 3 വർഷക്കാലം കൊണ്ടാണ് ഇപ്പോൾ അവിടെ വഞ്ചിക്കപ്പെട്ടവരെന്ന് പറയുന്ന, അതല്ലെങ്കിൽ ചതിക്കപ്പെട്ടവരെന്ന് പറയുന്ന, ഫാറൂഖ് കോളേജിനാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരെന്ന് പറയുന്ന ആ പ്രദേശവാസികൾ ഭൂമി വാങ്ങിച്ചു എന്ന് പറയുന്നത്. ഇതിൻ്റെ ആധാരം 1950 എഴുതി കൊടുക്കപ്പെട്ടിട്ടുള്ളത്. 1961, 67, 71, 76 പറവൂർ കോടതിയിലും അതേപോലെ തന്നെ ഹൈക്കോടതിയിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കേസിൻ്റെ വ്യവഹാരങ്ങൾ നടന്നിരുന്നു. ആ കാലഘട്ടങ്ങളിൽ അങ്ങനെ കേസുകൾ നടന്നപ്പോൾ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണല്ലോ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകാതെ ആ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും സമരസമിതിയുടെ കൺവീനർ, ഇപ്പോൾ ചുമതലയിൽ നിന്ന് മാറി നിൽക്കുന്ന, പ്രവർത്തനം നിർത്തിവെച്ചിട്ടുള്ള കമ്മീഷന്റെ മുന്നിലും അതേപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ പറഞ്ഞിട്ടുള്ളത് 144 ഏക്കറിന്റെ താഴെയുള്ള ഭൂമിയുടെ വിഷയത്തിൽ മാത്രമാണ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക്
4.76 ഏക്കർ ഭൂമിയും ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല. അവകാശപ്പെടുന്നത് 1 ഏക്കറിൽ ചുല്ലുവാനും വരുന്ന ഭൂമിയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്, ഞങ്ങൾ ചതിക്കപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ള ഭൂമി എവിടെ? ബാക്കിയുള്ള 300 ഏക്കറോളം ചെറിയ ഒരു 10 സെന്റോ 20 സെന്റോ 50 സെന്റോ 1 ഏക്കറോ അല്ലല്ലോ, 300 ചുല്ലുവാനും വരുന്ന അല്ലെങ്കിൽ 300 ഏക്കറോളം വരുന്ന ആ ഭൂമി എവിടെ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതിനെ അളക്കാൻ ഫാദർ ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ടാണ് തടസ്സം നിൽക്കുന്നത്? ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ നേരത്തെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഞാൻ അതിലേക്ക് വരാം. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സത്യസന്ധമായിട്ടുള്ള രേഖകൾ സർക്കാരിന് മുന്നിലോ പൊതുസമൂഹത്തിന്റെ മുന്നിലോ അവതരിപ്പിക്കാൻ എന്തുകൊണ്ടാണ് സമരസമിതിയും ആ സമരസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഫാദർ ജോഷി മയ്യാട്ടിൽ ഉൾപ്പെടെയുള്ളവർ തയ്യാറാകാതിരിക്കുന്നത്? ഇവിടെ എനിക്ക് കാര്യം ചോദിക്കാനുള്ളത്, ഈ ചർച്ചയുടെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഗുണ്ടായിസം, വഖഫ് ബോർഡിന്റെ ഗുണ്ടായിസം. ദേവസ്വം ബോർഡിന്റെ അന്യാധീനപ്പെട്ടു പോയിട്ടുള്ള ഭൂമികൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഞാൻ കഴിഞ്ഞ മുനമ്പത്ത് നടന്ന ചർച്ചയുടെ തൊട്ട് മുമ്പിൽ തന്നെ കോട്ടയം ജില്ലയിലെ ആ ക്ഷേത്രത്തിൽ 200ഓളം വരുന്ന 200ഓ 300ഓ ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് അതിന്റെ കണക്ക് ഞാൻ വിട്ടുപോയി. ആ ഭൂമി തിരിച്ചു പിടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടു. ഇപ്പോൾ തന്നെ കൂനമ്മാവ് ക്രൈസ്തവ മത പള്ളിയിരിക്കുന്ന ഭൂമിയിൽ പോലും ഈ പറയുന്നത് പോലെ തന്നെ ഈ പറയപ്പെടുന്ന നമ്മുടെ അവകാശവാദം ഉന്നയിക്കപ്പെടുമ്പോൾ അവിടെ ഒന്നും ഗുണ്ടായിസം വരുന്നില്ല. ഈ പറയപ്പെടുന്ന വഖഫ് ബോർഡ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വഖഫ് ബോർഡിനെ ന്യായീകരിക്കുവാനോ വഖഫ് ബോർഡ് ചെയർമാനെ ന്യായീകരിക്കുവാനോ സർക്കാരിനെ ന്യായീകരിക്കുവാനോ ഒന്നും ഞങ്ങളില്ല. വഖഫ് ബോർഡ് എന്ന സ്ഥാപനം അത് ഏതെങ്കിലും മഹലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനമല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ്. ആ സ്ഥാപനം നിലവിലൊരവസ്ഥയിൽ 404.76 ഏക്കർ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കയ്യേറിയതാണെന്ന് പറഞ്ഞാൽ, വഖഫ് ബോർഡ് ഈ പറയുന്ന ഭൂമി അത് കയ്യേറിയതാണ് എന്ന് പറഞ്ഞാൽ അത് സർക്കാരിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. കേരള സംസ്ഥാന ഗവൺമെന്റ് അല്ലേ വഖഫ് ബോർഡിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? അപ്പോൾ ഒരു സർക്കാർ സംവിധാനം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ യാഥാർത്ഥ്യമില്ലാതിരിക്കില്ലല്ലോ. അങ്ങനെ യാഥാർത്ഥ്യമില്ല, ഇത് ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിച്ചതാണ് എങ്കിൽ ഈ പറയപ്പെടുന്ന 610 കുടുംബങ്ങൾ എന്നല്ലേ പറയുന്നത്? ഒരിക്കലും കളവ് സംസാരിക്കരുത്. പ്രത്യേക ഉത്തരവാദിത്തപ്പെട്ട ഒരു സഭയുടെ അധ്യക്ഷനായിട്ടുള്ള അതല്ലെങ്കിൽ ഒരു പിതാവായിട്ടുള്ള ഒരു പാതിരിയായിട്ടുള്ള താങ്കളെ പോലുള്ളവർ വാസ്തവങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുക. 610 കുടുംബങ്ങൾ അവിടെ ഉണ്ടോ എന്ന് താങ്കൾ നെഞ്ചത്ത് കൈവച്ച് താങ്കളൊന്ന് പറയട്ടെ. അങ്ങനെ 610 കുടുംബങ്ങളുണ്ടെങ്കിൽ ആ 610 കുടുംബങ്ങളുടെ വിശദാംശങ്ങൾ എറണാകുളത്ത് കളക്ടറേറ്റിൽ ഞങ്ങൾ വരാം. 610 പേരുടെ ആധാരം ഹാജരാക്കട്ടെ. ഞങ്ങൾ വരേണ്ടതില്ല. കളക്ടറുണ്ട്, നിലവിലാവസ്ഥയിൽ വഖഫ് ബോർഡ് സംവിധാനമുണ്ട്, ഇവിടെ മുഖ്യമന്ത്രിയുണ്ട്, ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. അവരുടെ മുന്നിൽ ഈ 610 പേര് കാശ് കൊടുത്ത് വാങ്ങിച്ച ആ ഭൂമിയുടെ രേഖ വെച്ചിട്ട് അവർ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ 610 ആധാരങ്ങൾ നിങ്ങൾക്ക് സമൂഹത്തെ കാണിക്കാൻ കഴിയാതിരിക്കുന്നത്? ഈ 260 ഏക്കർ അവിടെ കടലെടുത്ത് പോയി എന്ന് 260 ഏക്കർ ഭൂമി കടലെടുത്തു പോയി എന്ന് വാദമുന്നയിക്കുമ്പോൾ അത് അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ട് അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഈ പറയപ്പെടുന്ന സമരസമിതിക്കില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഞങ്ങൾ കക്ഷികളല്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫാദർ ജോഷി മയ്യാട്ടിലിൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് ഹൈക്കോടതി ജംഗ്ഷനിലും അതേപോലെ തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 3-4 മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയപരമായിട്ടുള്ള ഒരു സമുദായത്തെ കടന്നാക്രമിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിൽ മുസ്ലിം സമൂഹത്തെ മാനസികമായി വിഷമിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ 404 ഏക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് ഇങ്ങനെ ചർച്ച ഉണ്ടായിട്ടില്ലല്ലോ, ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതികളിലല്ലേ കേസുണ്ടായിട്ടുള്ളത്? ആ കോടതികളെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയാത്തത്? ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഈ പറയപ്പെടുന്ന വഖഫ് അല്ല എന്ന് വാദിക്കുന്ന ഫാദർ മയ്യാട്ടിൽ ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ കേരള ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കേസ് നടന്നല്ലോ. കഴിഞ്ഞ തിങ്കളാഴ്ച നടന്നല്ലോ, അതിനു മുമ്പ് നടന്നല്ലോ. കേരള ഹൈക്കോടതിയും ബാക്കിയുള്ള കോടതികളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് പറയുന്ന ഈ കാര്യങ്ങൾ, ഈ രേഖകൾ കോടതികളെ ഹാജരാക്കിക്കൊണ്ട് ഈ പറയപ്പെടുന്ന ആളുകളുടെ പുനരധിവാസം അതല്ലെങ്കിൽ അവർക്ക് അവിടെ ന്യായമായി കിട്ടേണ്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഫാദർ ജോഷി മയ്യാറ്റിൽ 1-2 ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. അതിനൊരു മറുപടി പറഞ്ഞ ശേഷം ഞാൻ മറ്റതിഥികളിലേക്ക് പോവാം. ഓക്കെ, മുജീബ് റഹ്മാൻ നമ്മളിപ്പോൾ സംസാരിച്ച കാര്യം എന്നൊക്കെ മാറി എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
ഞാനിവിടെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം, ഇവിടെ ഒരു നിയമം 1995 കോൺഗ്രസ് സർക്കാർ പടച്ചുണ്ടാക്കിയ ഒരു നിയമം, അത് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായത്, ഇന്ത്യൻ മതേതരത്വത്തിന് നിരക്കാത്തത്, ഇന്ത്യൻ ജനാധിപത്യത്തിന് നിരക്കാത്തത്. ആ നിയമത്തിലെ പഴുതുകൾ വളരെ തന്ത്രപരമായി ഉപയോഗിച്ചുകൊണ്ട് വഖഫ് ബോർഡിന്റെ തലപ്പത്തേക്ക് കഴിഞ്ഞ ഏതാനും കുറെ നാളുകളായി വന്നിട്ടുള്ള തലതിരിഞ്ഞ നേതാക്കന്മാർ അഥവാ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, അവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ, ഇത്രയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നും ഞാൻ ഇത് നേരത്തെ സംസാരത്തിലൊന്നും പറഞ്ഞില്ലല്ലോ, നമ്മൾ കൃത്യമായിട്ട് കേട്ടതാണ്. പിന്നെ മുജീബ് റഹ്മാൻ അതിനെക്കുറിച്ചൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു വെച്ചു. ഏതായാലും മുജീബ് റഹ്മാൻ ഒരു കാര്യം ചെയ്തോളൂ. 1967 നമ്മുടെ പറവൂർ സബ് കോർട്ടില് നടന്ന കേസാണ്. അപ്പോൾ മുജീബ് റഹ്മാൻ ഇവിടെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഇത്രയും നാളുകൾ ഇവിടെയൊക്കെ തർക്കങ്ങൾ നടന്നു, അതെന്തുകൊണ്ടാണെന്നാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ പറയാത്തത് എന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. മുജീബ് റഹ്മാന്റെ താല്പര്യം അത് വഖഫ് ആണ് എന്ന് ഇവിടെ അവകാശങ്ങൾ വന്നു, അത് വഖഫാണെന്ന് കോടതി പറഞ്ഞു, അത് വഖഫാണെന്ന് നിയമസഭ പറഞ്ഞു. ഇതൊക്കെ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചക്കള്ളങ്ങളാണെന്ന് ഇന്ന് കേരളത്തിലെ സകല മനുഷ്യർക്കും അറിയാം. അതുകൊണ്ട് ഈ ചാപ്റ്റർ, അവരുടെ ഈ കള്ളങ്ങളുടെ ചാപ്റ്റർ വീണ്ടും തുറക്കാനോ അതിലേക്ക് പോകാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രകടമാണ് ഈ ഭൂമി വഖഫ് ആണോ അല്ലയോ എന്ന് ഇതുവരെ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കേരള സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ ജസ്റ്റിസ് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തില് ശ്രീ ജോസഫ് പെന്നിയൊക്കെ കൊടുത്തിരുന്ന ആ ഒരു കേസില് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ വന്നല്ലോ, ഇത് വഖഫാണോ അല്ലയോ എന്നുള്ള വിഷയത്തില് നിങ്ങൾ സിവിൽ കോടതിയിലേക്ക് പോകുവിൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വഖഫാണോ അല്ലയോ എന്നുള്ള വിഷയം അത് ഈ കോടതികൾ ഇതുവരെ വിധി പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. സിവിൽ കോടതി എന്ന് വെച്ചാൽ ഈ വിഷയമാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ട്രൈബ്യൂണലില് എന്ന അർത്ഥത്തിലേക്കാണ് അത് വരുന്നത്. നോക്കൂ, അപ്പൊ അതുകൊണ്ട് ഒരു കോടതി ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൽ ഈ ഒരു വിഷയമുണ്ട്, അതായത് ഇത് വഖഫാണോ അല്ലയോ എന്നുള്ള ആ ചോദ്യം നിലനിൽക്കുന്നു, ആ കേസ് നടക്കുന്നു. അത് മാത്രമാണ് ഈ വിഷയത്തിൽ മുന്നോട്ട്, ഈ വിഷയം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കേസ് അത് മാത്രമാണ്. അല്ലാതെ നിയമസഭ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇവരെല്ലാവരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച കാര്യം, നിയമസഭയിൽ ഇത് വഖഫാണെന്ന് നിയമസഭ ഡോക്യുമെന്റ് ഉണ്ടെന്ന്, ആ ഡോക്യുമെന്റ് ഒന്ന് വായിച്ചു നോക്കി, ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോ ഫാറൂഖ് കോളേജിന്റെ വക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഫ് കൂടി ഇട്ടുകൊടുത്ത് അത് വഖഫാക്കി മാറ്റുന്ന മുജീബ് റഹ്മാൻമാര് വളരെ എളുപ്പം. അവർക്ക് വക കണ്ടാൽ പിന്നെ ഫ് കൂടി ഇടാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് മുജീബ് റഹ്മാൻമാര് പറയുന്ന പച്ചക്കള്ളങ്ങൾ ഏതായാലും പൊതുജനത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോ 1967 ഈ കേസ് എന്തായിരുന്നു? ഈ കേസ് അവിടെ ചിറകെട്ടിയതിനെ കുറിച്ചുള്ള വിഷയമായിരുന്നു. അവിടെ ആ ചിറകെട്ടിയതിന് അതിനെ തടയുന്നത്, അതിനെതിരെ കേസ് വരുന്നത് ഇവിടെയാണ്. നോക്കൂ, വളരെ കൃത്യമായി ഈ സംഗതിയിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മുജീബ് റഹ്മാൻ ഇപ്പോ പറയാൻ ശ്രമിക്കുന്ന കാര്യമുണ്ടല്ലോ, മുജീബ് റഹ്മാൻ ഇപ്പൊ ആകെപ്പാടെ വേണ്ടത് അവിടെ സർവേ നടത്തണം എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയാവോ? വഖഫ് ബോർഡ് രജിസ്ട്രിയിലേക്ക് എഴുതുന്നതിന് മുമ്പോ വഖഫായി പ്രഖ്യാപിക്കുന്നതിന് മുൻപോ ഇത് നടത്തി വഖഫ് ഇത് ഏതാണെന്നോ ഇതിന്റെ അതിരുകൾ ഏതാണെന്നോ ഒക്കെ തീരുമാനിക്കേണ്ട നിയമപരമായ ബാധ്യത വഖഫ് ബോർഡിന് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടത്താതെ ഒറ്റയടിക്ക് അധിനിവേശം നടത്തുകയായിരുന്നു. വളരെ കൃത്യമായി ആ വാക്ക് തന്നെ ഉപയോഗിക്കണം. അല്ലാതെ പച്ചക്കൊള്ള നടത്തുകയായിരുന്നു വഖഫ് ബോർഡ്. ഈ വഖഫ് ബോർഡ്, കേരള വഖഫ് ബോർഡ് ഈ പച്ചക്കൊള്ള നടത്തിയപ്പോൾ ഇപ്പൊ ഇവർക്ക് വേണ്ടത് എന്താണ്? ഇപ്പോൾ ഇവർക്ക് വേണ്ടത് ഒരു സർവേ നടത്തി കിട്ടുക എന്നുള്ളതാണ്. കാരണം എന്താ? ഈ വഖഫ് ബോർഡ് രജിസ്ട്രിയിലേക്ക് ഏറ്റെടുത്തിട്ട് അതിന്റെ മ്യൂട്ടേഷൻ നടത്താൻ അവർക്കിപ്പോൾ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അത് അവര് വഖഫ് രജിസ്ട്രിയിലേക്ക് എഴുതിയെടുത്തത് ഈ പറഞ്ഞ സർവേയോ കാര്യങ്ങളോ ഒന്നും നടത്താതെയും അതിരുകളൊന്നും തിരിക്കാതെയൊക്കെ ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കൊള്ളക്കാര് ചെയ്യുന്ന അതേ രീതി, നിയമപരമായ രീതിയാണെങ്കിൽ ഇപ്പൊ സർക്കാരിൻ്റെതാണെന്നാണല്ലോ മുജീബ് റഹ്മാൻ പറഞ്ഞത്. ഇപ്പൊ സർക്കാരിന്റെ
ഒരു പ്രസ്ഥാനമാണെങ്കിൽ അതിന് ചില ചട്ടവട്ടങ്ങളൊക്കെ ഇല്ലേ? സർവേ നടത്താതെ എങ്ങനെയാണ് പിടിച്ചെടുക്കാൻ പറ്റുക? അതിരുകൾ കൃത്യമായിട്ട് പറയാതെ എങ്ങനെയാണ് പിടിച്ചെടുക്കാൻ? അതിരേതാണ്? അതാണ് ഇതിൽ കാണുന്നത്. മുജീർ റഹ്മാൻ പറഞ്ഞ ഈ കോടതി സംഗതിയിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. എന്താണ് സംഭവം? നോക്കുക, ഇവിടെ the Tod and the adjoining Purambok on the west had an extent of 114 acres, 21 cents, and the remaining area only was registered 2 cents of land, which was once a custom officer took. The predecessors of the plaintiff did not get registry of 404 acres, 76 cents immediately to the west of the canal, and the registry related only to the area to the west of 114 acres, 21 cents. The western portion of the 114 acres, 21 cents was land, and the eastern portion was waterlogged. അപ്പോ ഈ ഭാഗത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഇവര് പറയുന്ന ഈ 404 ഏക്കർ എന്ന് പറയുന്ന ഈ കണക്ക് അത് കടലിൽ തപ്പേണ്ടി വരും. കാരണം എന്താന്ന് വെച്ചാൽ കിഴക്ക് പടിഞ്ഞാറായിട്ടുള്ള ഈ ഭൂമി, ദ സോ കോൾഡ്, അങ്ങനെ ക്ലെയിം ഉള്ള ഈ ഭൂമി, ക്ലെയിം വെച്ചിരിക്കുന്ന അഥവാ അധിനിവേശം നടത്താൻ വഖഫ് ബോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി വളരെ കൃത്യമായിട്ട് അവിടെ 60 ഏക്കർ വെള്ളമുണ്ട്. ഈ സ്ഥലം ഏതാണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കോൺവെന്റ് പാലം എന്ന് നമ്മൾ അവിടെ പോയി കൃത്യമായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ പഠിച്ചാൽ മനസ്സിലാകും. കോൺവെന്റ് പാലം എന്ന ഒരു പേരിൽ ഒരു പാലം ഇപ്പൊ പണിത് വരുന്നുണ്ട്. അതിന്റെ പണി പൂർത്തിയായിട്ടില്ല. ആ പാലത്തിന് വടക്കോട്ടുള്ള, അതേസമയം വടക്കേ അറ്റം വരെയല്ല, കാരണം അത് പിന്നീട് വെച്ച് വന്നതാണ്, ആ 60 ഏക്കർ വെള്ളം ഇപ്പൊ പുറമ്പോക്കിന് പടിഞ്ഞാറായുള്ള ആ പുറമ്പോക്ക് കനാൽ എന്ന് വിളിക്കപ്പെടുന്ന കനാൽ, ബണ്ടിനപ്പുറം ഉള്ളത്, ആ ബണ്ടിനിപ്പുറം 60 ഏക്കർ വെള്ളം. ആ 60 ഏക്കർ വെള്ളത്തിന് പടിഞ്ഞാറ് വശത്തേക്ക് 114 ഏക്കർ ഭൂമി. ബാക്കിയുള്ളതോ ഏതാണ്ട് 300ഓളം ഏക്കർ ഭൂമി എവിടെയാ? അത് കടലില്. അതുകൊണ്ട് മുജീബ് റഹ്മാൻ, താങ്കള് കടലില് അന്വേഷിക്കുക, അല്ലാതെ ഇവിടെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് 404 ഏക്കർ എവിടെ പോയി, അതൊക്കെ ആര് പിടിച്ചെടുത്തു എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല. ഡോക്യുമെന്റിലുള്ള ഇതൊക്കെ. അപ്പോ അതൊക്കെ പഠിക്കാതെ ചാനലിൽ വന്ന് ഇതുപോലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാനിവിടെ ഒരു വർഗീയതയും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യമാണ് പറഞ്ഞത്, ഇന്ത്യൻ മതേതരത്വത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, ഇന്ത്യൻ ഡെമോക്രസിയുടെ കാര്യമാണ് പറഞ്ഞത്. ഒപ്പം ഞാൻ പറയുകയും ചെയ്തു, വഖഫ് എന്നുള്ളത് ഒരു പേഴ്സണൽ ലോയിൽ പെട്ടതാണ്. അതൊരു മതത്തിന്റെ ആചാരമാണ്, അത് നടക്കണം. അതിന് ക്രമീകരിക്കാൻ വഖഫ് ബോർഡും വേണം. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വഖഫ് ബോർഡ് അത് നിയമപരിരക്ഷയുള്ള ഒരു കൊള്ള സംഘം എന്നേ വിളിക്കാനാവൂ. ഒരിക്കൽ കൂടി അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു വയ്ക്കുന്നു. ഷോൺ, മുനമ്പത്ത് ഞങ്ങൾ ജനസഭ സംഘടിപ്പിച്ചപ്പോൾ അന്ന് അതിൽ പങ്കെടുത്ത മുജീബ് റഹ്മാൻ ആ ജനസഭയിൽ എത്തിയ ആളുകളെ സാക്ഷിയാക്കി പറഞ്ഞത് ഒരാളെയും ഇവിടുന്ന് പറഞ്ഞു വിടില്ല എന്നാണ്. പിന്നെ ഇതേ വിഷയത്തിലൊരു ചാനൽ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ സ്വരം മാറ്റി. അദ്ദേഹം ആണ് ചാനൽ ചർച്ചയിൽ ആദ്യമായിട്ട് പറഞ്ഞത് മുനമ്പത്തുകാർ കയ്യേറ്റക്കാരാണ് എന്ന്. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്തോ അതാണ് വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീറും ഏറ്റുപിടിച്ചിരിക്കുന്നത്. മാത്രമല്ല, വഖഫ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ ശക്തമാക്കും എന്നാണ് സക്കീർ പറഞ്ഞിരിക്കുന്നത്. മുനമ്പത്തിപ്പോൾ നടക്കുന്നത് കയ്യേറ്റം മറച്ചു വെക്കാനുള്ള ശ്രമമാണ്. കയ്യേറ്റക്കാർക്ക് ജാതിയും മതവും ഉണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. മാത്രമല്ല, കയ്യേറ്റക്കാർ ആരായാലും വഖഫ് ബോർഡ് മതം നോക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്നതിന് കൃത്യമായ രേഖകളുണ്ട്. ഇഷ്ടദാനമെന്ന ഫാറൂഖ് കോളേജിൻ്റെ വാദം തെറ്റ്. ഷോണെ, ഇനി ഇതാ അടുത്ത ആഴ്ച SDPI പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കും എന്താ തോന്നുന്നത് താങ്കൾക്ക്? എനിക്ക് പറയാനുള്ളത്, ഇത്രയും ആവേശത്തോടുകൂടി ഈ വഖഫ് ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുമെന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സക്കീർ മുജീബ് റഹ്മാനോട് പറയാനുള്ളത്, MK സക്കീറിന് ഒരു അഡ്രസ്സ് കൊടുക്കണം. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന
CPM-ന്റെ നേതാവ് കൂടിയായ ഒരു ഇസ്ലാം മതവിശ്വാസിയായ ME ഹസൈനാർ, അദ്ദേഹത്തിന്റെ 1 ഏക്കർ 14 സെന്റ് സ്ഥലം, ഇപ്പൊ അവിടെ മുഴുവൻ കെട്ടിടങ്ങളാണ്, 2016 യഥാർത്ഥ വഖഫാട്ടോ, അതായത് ഇപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ME ഹസൈനാറുടെ ഉമ്മായുടെ വാപ്പ യഥാർത്ഥത്തിൽ രേഖാമൂലം വഖഫ് ചെയ്തു കൊടുത്ത പ്രോപ്പർട്ടി മക്കളും കൊച്ചുമക്കളുമായി കൈവശം വെച്ച് അനുഭവിച്ചു പോരുന്നു. 2016 കേരള ഹൈക്കോടതി വിധി അനുസരിച്ചും ട്രിബ്യൂണലിന്റെ വിധിയും അനുസരിച്ചും അത് ഏറ്റെടുത്ത് വഖഫ് ബോർഡിന്റെ പേരിൽ കൂട്ടി സ്വന്തമാക്കണമെന്ന് ഓർഡർ വന്നിട്ട് ഇപ്പോ 9 വർഷമായിരിക്കുന്നു. ഈ അഡ്രസ്സ് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചു, വേണമെങ്കിൽ അങ്ങ് ബന്ധപ്പെട്ടാൽ ഞാൻ എൻ്റെ രേഖകളും ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ചുള്ള ഉത്തരവും അതുപോലെ ട്രിബ്യൂണൽ ഉത്തരവും എല്ലാം ഞാൻ രേഖ മുഴുവൻ കൈമുറാം. അതായത് ഏറെക്കുറെ ഈ മുനമ്പത്തുകാരുടെ മൊത്തം വസ്തുവിന്റെ അത്ര തന്നെ വില വരും ആ കളമശ്ശേരി മുനിസിപ്പാലിറ്റി ടൗണിൽ കിടക്കുന്ന കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള ആ ഭൂമിക്ക്. അപ്പൊ അത്തരം ഭൂമി കൂടെ ഒന്ന് ഈ കൂടെ മുനമ്പത്തുകാരുടെ കൂടെ, മുനമ്പത്തുകാരെ നമുക്ക് ഇറക്കി വിടണമല്ലോ, അപ്പൊ ആ കൂടെ ഈ പറയുന്ന ഇത്തരം അങ്ങനെ ഒരു 30ഓളം കേസുകൾ കേരളത്തിലുടനീളം ഞാൻ തരാം. മാത്രമല്ല ഇപ്പോ വഖഫ് സ്വത്തുക്കള്, ഇപ്പൊ മുനമ്പത്തിന്റെ കാര്യം നമുക്കറിയാം, വഖഫ് സ്വത്തുക്കള് അന്യാധീനപ്പെട്ട് പോയ ഏറെക്കുറെ 30,000-ലധികം കേസുകൾ ഇന്ത്യ മൊത്തമുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, തോക്കുമെന്ന് ഉറപ്പുള്ള ഒരു യുദ്ധത്തിൽ, തോക്കുമെന്ന് 100% ഉറപ്പുള്ള ഒരു യുദ്ധത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അവിടെ നിങ്ങൾ ശ്രമിക്കുന്നത് ഈ യുദ്ധം ജയിക്കുക എന്നുള്ളതല്ല. ഈ യുദ്ധത്തിന്റെ അവസാനം നിങ്ങൾ പരാജയപ്പെടുമ്പോൾ അതിലൂടെ ഈ രാജ്യത്ത് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള വലിയ ഗൂഢലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത്. അത് ഇനി പറയാതെ പോകാൻ കഴിയില്ല. SDPI സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. SDPI സമരം പ്രഖ്യാപിച്ചിരുന്നത് ആർക്കെതിരെയാണ്? വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയാണ്. സാധാരണ എല്ലാ കാലം, ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യവും ഈ ചാനൽ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാലത്തും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഏതു നിയമത്തെയും ന്യൂനപക്ഷ വിരുദ്ധമായി ചിത്രീകരിക്കുന്ന നിങ്ങൾക്ക് ഈ നിയമത്തിന്റെ കാര്യം വന്നപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ദൃക്സാക്ഷിയെ പോലെ നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു ചൂണ്ടുപലകയായി മുനമ്പം നിന്നത് കൊണ്ട് തന്നെ കേരള സമൂഹത്തിൽ ജാതിമത ചിന്തകൾക്കപ്പുറത്ത് ഇത് ഒരു കയ്യേറ്റമാണെന്നും ഈ വഖഫ് എന്ന് ആക്ട് 95-ഉം 2013-ലെ ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. എന്നോട് പല ഇസ്ലാം സഹോദരങ്ങൾ പറഞ്ഞു, ഭേദഗതിയല്ല, ഇത് ശരിക്കും ഈ ആക്ട് തന്നെ മാറ്റിക്കളയേണ്ടതാണ് എന്നാണ് നല്ല ശതമാനം മുസ്ലിം അഭിഭാഷകരും ഇത് പഠിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു കാര്യം മാത്രം സൂചിപ്പിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ഇപ്പൊ അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതിന്റെ മറുവശം, നിങ്ങൾ സർവേ നടത്തിയിട്ടില്ല. അത് നിങ്ങൾക്കൊരു വലിയ പരാജയമാണ്. അതാണ് നിങ്ങൾക്ക് ഇപ്പൊ സർവേ നടത്തണമെന്നുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ ഒരു കാര്യം മാത്രം ചോദിച്ചു കൊള്ളട്ടെ. ഭരണഘടനാ വിരുദ്ധമാണെന്ന് എന്നെ ഈ ചർച്ച കേൾക്കുന്ന സാധാരണക്കാരായ ഈ ചർച്ച കേൾക്കുന്ന സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. നമ്മൾ ഒരു പ്രൈവറ്റ് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമി നമ്മൾ കൈവശം വെച്ചാൽ 12 വർഷം കൈവശം വെച്ചാൽ അത് നമ്മുടേതാവും, ഇല്ലേ? അത് ആർക്കും സംശയമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളൊരു സർക്കാർ ഭൂമി കൈവശം വെച്ചാൽ 30 വർഷത്തോളം നമ്മുടെ കൈവശം വെച്ചാൽ അത് ആ വ്യക്തിയുടേതായി മാറും. അത് അഡ്വേഴ്സ് പൊസഷനാണ്. അങ്ങനെ ആ പൊസഷൻ നമുക്ക് ഈ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 107 അനുസരിച്ച് ആ അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറയുന്ന ഏതൊരു ഇന്ത്യൻ പൗരന്റെയും അവകാശത്തെ പൂർണ്ണമായും എടുത്തു കളഞ്ഞിരിക്കുന്നു. അത് വഖഫ് ഭൂമികൾക്ക് ബാധകമല്ല. ഈ വരാൻ പോകുന്ന വഖഫ് ഭേദഗതി നിയമത്തിൽ പൂർണ്ണമായും ആ സെക്ഷൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ തന്നെ വഖഫിന്റെ ഇപ്പോ അധികം ഒന്നും വേണ്ട. ഇപ്പോ അങ്ങ് പറഞ്ഞ പോലെ തന്നെ മുജീബ് റഹ്മാൻ പറഞ്ഞ പോലെ തന്നെ 91 വരെയുള്ള ആളുകൾ, 91 വെച്ച് ബാക്കിയെല്ലാം പുറകോട്ടുള്ള നിങ്ങൾ അങ്ങ് ബോണസ് ആയിട്ട് എടുത്തു. 91-ന് ശേഷം ഇന്ന് വരെയുള്ള കാലഘട്ടം മാത്രം എടുത്താൽ അവർക്ക് അഡ്വേഴ്സ് പൊസഷൻ, അവർക്ക് കുടികിടപ്പ് അവകാശമുണ്ട്. അവരുടെ കൈവശമുള്ള ഭൂമിയാണ് ഇത്. 1-2 125 വർഷത്തെ കുടികിടപ്പ് അവകാശമുള്ള ഒരു ജനതയാണ് നിങ്ങൾ ഇറക്കി വിടുന്നു പറയുന്നത്. അവിടെ നിങ്ങൾ ഇതേ ചാനൽ ചർച്ചയിൽ മുനമ്പംകാരെ ഞങ്ങളെ കുടിയെടുപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കത് ആവശ്യമില്ല. 114 ഏക്കർ സ്ഥലം, ബാക്കിയുള്ള സ്ഥലം എവിടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അച്ഛനോട് വിശദീകരണം ചോദിക്കേണ്ട കാര്യമില്ല, മുജീബർ അറിയാം. കാരണം അത് കടലിലാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തിൽ 1950-ലെ ഡീഡിൽ പോലും കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു, ഈ വസ്തു അവശേഷിക്കുകയാണെങ്കിൽ, ആ പ്രതിഭാസം അവിടെ അതിനു മുമ്പേ ഉണ്ടായിരുന്നു. അതായത് സിദ്ദിഖ് സേഠിന്റെ രേഖയിൽ തന്നെ ഈ വസ്തു അവശേഷിക്കുകയാണെങ്കിൽ എന്ന് കൃത്യമായി പറഞ്ഞത് വലിയ രീതിയിലുള്ള കടലേറ്റമുള്ള ഒരു പ്രദേശമാണ്. 300ഓളം ഏക്കർ സ്ഥലം കടലിലാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ അതെവിടെ കാണണം? അപ്പോ
ഇതെല്ലാം ഈ വസ്തുതകളൊക്കെ നിലനിൽക്കെ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് പാർലമെന്റിൽ ഈ നിയമം വരുമ്പോൾ ഇത് വലിയ രീതിയിലുള്ള മതസ്പർദ്ധ വർദ്ധിപ്പിക്കുക എന്നുള്ള വലിയ ഉദ്ദേശം നിങ്ങൾക്കുണ്ട്. അവിടെ സ്വന്തം സമുദായത്തിന് വേണ്ടി ശബ്ദിക്കാൻ കടമപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു വൈദികനെ നിങ്ങൾ വർഗീയവാദിയാക്കുന്നു. അതിനുവേണ്ടി സംസാരിക്കുന്ന സ്വാഭാവികമായിട്ടും ഞാൻ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ പാർട്ടിയുടെ നയത്തിനൊപ്പം നിൽക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ആ വിഷയം ഏതെങ്കിലും ഒരു ഇസ്ലാം സഹോദരനെ കുറിച്ച് ഞാൻ വൃത്തികേടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വഖഫ് ബോർഡിന് വേണ്ടിയും വഖഫ് ബോർഡിന്റെ വഖഫ് ആക്ടിനെതിരായും അതുപോലെ ഭേദഗതി നിയമം അനിവാര്യമാണെന്ന് പറയുമ്പോൾ ഞാൻ വർഗീയവാദിയാകുന്നു. എന്താണ്? ഭരണഘടനയ്ക്ക് മുകളിലാണ് ഈ നിയമം എന്ന് നമുക്ക് 100 കാര്യങ്ങൾ കൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊള്ളട്ടെ. ഈ വഖഫ് ഭേദഗതി നിയമം ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടണം. ഇപ്പോഴുള്ള കുത്തഴിഞ്ഞ സംവിധാനങ്ങൾ മാറ്റം വരണം. 1,20,000 കോടി രൂപയുടെ സ്വത്ത് വഖഫിനുണ്ട് എന്ന് നിങ്ങൾ തന്നെ നിയമിച്ചിട്ടുള്ള സച്ചാർ കമ്മിറ്റി ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അതുവഴി വഖഫിന് ഒരു വർഷം 10,000 കോടി രൂപയിലധികം വരുമാനമുണ്ടാകണം. ഇപ്പോ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 2023-24 മാത്രം വഖഫ് ബോർഡിന്റെ ആകെ വരുമാനം 91 കോടി രൂപയാണ്. ഇതൊക്കെ പാർലമെന്റിലെ രേഖകളിലുള്ളതാണ്. അപ്പോ ഇത് മോട്ടിക്കാൻ വേണ്ടി കുറെ ആളുകൾ പോകുമ്പോൾ അതിന് കൃത്യമായ ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കുക, അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുന്നത് തെറ്റാണോ? എന്നോട് ഒരു പ്രിയ സഹോദരൻ, ഞാൻ അതും കൂടെ പറയാം, എന്നോട് പ്രിയ സഹോദരൻ ഇസ്ലാം സഹോദരൻ എന്നോട് ഒരു അഭിഭാഷകനാണ്, എന്നോടൊരു നിർദ്ദേശം പറഞ്ഞു. ഞാൻ കിരൺ റിജുവിനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ മുനമ്പം വിഷയമായി ചർച്ച ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ കാണാൻ പോകാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ആക്ട് പ്രകാരം ഒരു റീ രജിസ്ട്രേഷൻ, വസ്തുക്കളുടെ റീ രജിസ്ട്രേഷൻ വരുമ്പോൾ പഴയ ആരാധനാലയങ്ങൾ 10, 50, 70 വർഷം പഴക്കമുള്ള മുസ്ലിം ആരാധനാലയങ്ങളുണ്ട്, അതിനൊന്നും രേഖകൾ കാണണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് ഇത്തരത്തിലുള്ള റീ രജിസ്ട്രേഷൻ എന്നൊരു പ്രൊസീജിയർ വരുമ്പോൾ അത് വലിയ പ്രതിസന്ധി ഞങ്ങളുടെ സമുദായത്തിൽ സൃഷ്ടിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അവിടെ ചെന്നപ്പോൾ ഞാൻ മിനിസ്റ്ററുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് കൊള്ളാമെന്ന് തോന്നിയ ഒരു നല്ല നിർദ്ദേശം ഒരു ഇസ്ലാം അഭിഭാഷകൻ എന്നോട് പറഞ്ഞതാണ്, അങ്ങ് ഇത് പറ്റുമെങ്കിൽ പരിഗണിക്കണമെന്ന് ഞാൻ പറഞ്ഞു, ഇത് ഈ റീ രജിസ്ട്രേഷനിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ നല്ല മനസ്സോടുകൂടി, ദാറ്റ്സ് എ ഗുഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അത് നല്ലൊരു നിർദ്ദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സസന്തോഷം, നമ്മൾ ഒരിക്കലും മതത്തിനെതിരല്ലല്ലോ, നമ്മൾ തീർച്ചയായിട്ടും അത് പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ച ഒരു ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ഒരു ബില്ലാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇത് ഒരു സമുദായത്തിനെതിരല്ല. നിങ്ങളിത് എത്ര സമുദായത്തിനെതിരാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാലും അത് വിവരമുള്ള ഇസ്ലാം സഹോദരങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാ കാലത്തും നിങ്ങൾ ന്യൂനപക്ഷത്തിന്റെ കവറിൽ നിങ്ങൾ കൂട്ടുപിടിക്കുന്ന ഒരു സമുദായമായിരുന്നു ക്രൈസ്തവ സമൂഹം. അത് കൃത്യമായി ഈ മുനമ്പം വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായി സഭാപിതാക്കന്മാരും സഭയും CBSIയും സിനഡും അതുപോലെ KCBCയും ഒക്കെ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അത് ജോഷി മേയർക്ലസിനെ പോലെയുള്ള വൈദികർ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ സഭയ്ക്കും സഭയുടെ മേലധികാരികൾക്കും നൽകി. അവരെല്ലാം ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ അവരെല്ലാം ഒരു നിലപാടിലെത്തിയും അത് ഓപ്പണായി CBSI, കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ, മുഴുവൻ സഭകളുടെയും അപ്പെക്സ് ബോഡിയാണ് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ, അതുപോലെ KCC, കാത്തലിക് കൗൺസിൽ ഓഫ് ചർച്ചസ്, ഇവരെല്ലാം ഒരേ സ്വരത്തിൽ ഈ വഖഫ് ഭേദഗതി ആവശ്യമാണെന്ന് പറഞ്ഞ് അന്ന് തുടങ്ങിയതാണ്. നിങ്ങൾക്ക് ലോകമുള്ളവർ ഇട്ട അച്ഛന്മാരെ കാണുമ്പോൾ നിങ്ങളുടെ പ്രശ്നം. ഡോക്ടർ ആരിഫ്, സക്കീർ ആരുടെ നാക്കാണ് കടമെടുത്തിരിക്കുന്നത്? യെസ്, എന്നോടാണോ? യെസ്. ഓക്കെ. ഇവിടെ ഒരു കാര്യം, തുടക്കത്തിൽ തന്നെ ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ ഫാദറിനെ ഉപദേശിച്ചുകൊണ്ടാണ് മുജീബ് സംസാരിച്ചു തുടങ്ങിയത്. ഒരു ഫാദറിന്റെ നാവിൽ നിന്നും വരാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു എന്നാണ്. ഒരു നിമിഷം ഷോണ് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഷോണിലേക്ക് വരാം. ആരിഫ് ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയേ ഉള്ളൂ, ഞാൻ വരാം. ആരിഫ്, കണ്ടിന്യൂ. യെസ്, അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെയായിരുന്നു, അങ്ങനെ ഒരു ഫാദർ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന്. അപ്പോൾ എൻ്റെ ഇതേപോലെ ഒരു സമാനമായ ഒരു ഉപദേശം എനിക്ക് മുജീബിനോട് വെക്കാനുള്ളത്, നിങ്ങൾ ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ മുതലാളി എന്നുള്ള രീതിയിൽ നിങ്ങളൊരു മുതലാളിയെ പോലെ സംസാരിക്കണ്ടേ? നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ കൃത്യം പറയണം, ഇത് വഖഫിൻ്റെ ആണ്, അവിടെ വസിക്കുന്ന ആളുകളെ ഞങ്ങൾ ഇറക്കി വിടും, അത് കയ്യേറ്റമാണ് എന്ന് പച്ചയ്ക്ക് പറയാൻ നിങ്ങൾക്ക് എന്താ പറ്റാത്തത്?
നിങ്ങൾ ഇവിടെ മുന്നേ, ഇത് ആദ്യമല്ലല്ലോ നമ്മളിവിടെ കാണുന്നത്, മുന്നേയൊക്കെ വന്നിരുന്നത് എന്താ നിങ്ങൾ പറഞ്ഞിരുന്നത്? ഇവിടെ സൂചിപ്പിക്കണ്ടായി, അവിടെ ഒരാളെ പോലും കുടിയിറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ വലിയ വലിയ മാനവിക സ്നേഹം, നിങ്ങളുടെ എന്തോ ഔദാര്യം കൊടുക്കുന്ന പോലെയൊക്കെ ഒരു കാലത്ത് വന്നിരുന്ന് പറയുന്നു. എന്നിട്ട് ഇപ്പോൾ വന്ന് ഇരുന്നിട്ട് പറയുന്നത് ഇത്. എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് കളിക്കുന്നതെന്നാണ് ചോദിക്കുക. നിങ്ങളൊരു യഥാർത്ഥ ഒരു വഖഫ് സംരക്ഷണ മുതലാളിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പച്ചയ്ക്ക് പറയുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ആ ഒരു മാന്യത നിങ്ങൾ കാണിക്കണം. പച്ചയ്ക്ക് പറയണം നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയണം. അതല്ലാതെ നിങ്ങൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ആകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നടത്തിയ കൊള്ളയ്ക്ക് കണക്കുണ്ടാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മളൊരു ബാങ്ക് കൊള്ളയടിക്കുന്നു, എന്നിട്ട് നമ്മൾ കോടിക്കണക്കിന് രൂപ അങ്ങ് കൊള്ളയടിക്കും, എത്രയാണെന്നൊന്നും ആരും പറയില്ല. എന്നിട്ട് അടുത്ത ദിവസം പത്രക്കാരും പോലീസുകാരും എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഒരു തുക അങ്ങ് പറയും. അപ്പോൾ അതാണ് പിന്നെ ഒരു കൊള്ള മുതലായിട്ട് അവിടെ വരിക. എന്ന് വെച്ചാൽ ചിലപ്പോൾ കൊള്ളയടിച്ചുകൊണ്ട് പോയതിൻ്റെ വലിയൊരു ഒരു ചെറിയ എമൗണ്ട് മാത്രമേ പറയുള്ളൂ, ബാക്കി മുഴുവൻ ആളുകൾ പോക്കറ്റിലാക്കും. എന്ന് വെച്ചാൽ ആ കൊള്ള കൊണ്ട് കുറേ ആളുകൾക്ക് ചില ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് വേണ്ടത് എന്താണ്? ഇതിനൊരു കണക്കുണ്ടാക്കുക എന്നുള്ളതാണ്. ആ കണക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന തത്രപ്പാട് അതല്ലേ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്തോ വലിയ കാര്യം, സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞ് പേരിട്ടിട്ട് ഈ ചെയ്തു കൂട്ടുന്ന കാര്യം കൊണ്ട് സത്യത്തിൽ ഇതിനേക്കാൾ വലിയൊരു പ്രഹസനം വേറെ എന്താ ഉള്ളതെന്നാണ് എനിക്ക് ചോദിക്കുക. ഇത് പിരിച്ചുവിട്ടൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ നിങ്ങൾ ഒരു യഥാർത്ഥ മുതലാളിയെ പോലെ സംസാരിക്കണം. നിങ്ങളത് കാണിക്കുന്നില്ല. ആ ഒരു ആത്മാർത്ഥത, ഒരു ഇൻറ്റഗ്രിറ്റി നിങ്ങൾ കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് വെക്കാനുള്ള, ഫാദറിന് കൊടുത്ത പോലെയുള്ള ഒരു ഉപദേശം എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. ഒന്നത്. രണ്ടാമത്തത്, ഇവിടെ സുവ്യക്തമായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ ഇസ്ലാം മത സമുദായത്തിൽ ജീവിച്ച് വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും അതിനകത്ത് കണ്ടിട്ടുള്ള കൊള്ളരുതായ്മ, കൊള്ള അതിന് കൂട്ടു നിൽക്കുന്നത് എങ്ങനെയെന്നും തിരിച്ചറിയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പച്ചയ്ക്ക് പറയാണ്, ഇന്ത്യ പോലെയുള്ള ഒരു മതേതര രാജ്യത്ത് ഒരിക്കലും പാടില്ലാത്ത ഒരു നിയമ സംവിധാനമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആക്കപ്പെട്ടിട്ടുള്ള ഒരു മതനിയമം, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംഗതിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ വഖഫ് എന്ന് പറയുന്നത്, വഖഫ് ബോർഡ്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ അതിനെങ്ങനെ പരിഷ്കരിച്ച് കൊണ്ടു നടക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതിനെ പിരിച്ചുവിടുകയാണ് വേണ്ടത് എന്നത് തന്നെയാണ് മുന്നേയും പറഞ്ഞിട്ടുള്ളത്, ഇപ്പോഴും പറയാനുള്ളത് തന്നെയാണ്. നമുക്കതിനകത്തൊരു സംശയമില്ല. എന്നാൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് പ്രായോഗികതയുടെ അടിസ്ഥാനത്തിലാണ്. അവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഇപ്പം ഞാനൊരു പ്രധാനമന്ത്രി ആയാലും നമുക്കും ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്തല്ലേ പറ്റുള്ളൂ എന്നൊരു നിലയ്ക്ക് നിന്നിട്ടാണ് നമ്മൾ ഇതിനെ അന്വേഷിക്കുന്നത്. എന്ന് വെച്ചപ്പോൾ ഞാൻ നിരീശ്വരവാദിയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ എക്സ് മുസ്ലിം ആണ് എന്ന് വിചാരിച്ച് ഞാൻ നാളെ പ്രധാനമന്ത്രി ആയാൽ ഇവിടെയുള്ള പള്ളി മുഴുവൻ പൊളിച്ചു കളയാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ. അങ്ങനെയല്ലല്ലോ അതിൻ്റെ രീതി. അപ്പോൾ ഇവിടെ ഇതുപോലുള്ള ചില യാഥാർത്ഥ്യങ്ങളോട് ഉണ്ടാകുമ്പോൾ അതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്തു തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനെന്താ അതിൻ്റെ വഴി? അതിൻ്റെ ആകെ കൂടിയുള്ള വഴി എന്ന് പറയുന്നത് ഇത്തരം നിയമങ്ങൾ, ആ നിയമങ്ങൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, കാരണം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ആ മൂല്യത്തെയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യത്തിൻ്റെ ഏതെല്ലാം വശങ്ങളെയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ അതിൻ്റെ കിരാതമായ വശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പല്ലും നഖമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിന് മുറിവേൽപ്പിക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിനെ നമ്മൾ വെട്ടിമാറ്റുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം. അതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ നമ്മളിവിടെ പറയുന്നുള്ളൂ. അതായത് അനിയന്ത്രിതമായ ഒരു അവകാശം, ഒരു അധികാരം, ഇതെല്ലാം വെച്ചു കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ വഖഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊള്ള അത് കേരളത്തിൽ മാത്രമല്ലല്ലോ, അത് ഇന്ത്യയിലുടനീളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയമായിട്ട് മാറുന്നു. അതിൽ ഇരകളാക്കപ്പെടുന്നത് ആരാണ്? ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ, ക്രിസ്ത്യാനികൾ മാത്രമല്ലല്ലോ, മുസ്ലിങ്ങൾ പോലും ഇതിൻ്റെ ഇരകളാക്കപ്പെടുന്ന അവസ്ഥ ഉള്ളപ്പോൾ അവിടെ ഈ തരത്തിൽ ഈ വഖഫിനുള്ള ഇത്തരം മുള്ളും പല്ലും നഖവും ഒക്കെ അതൊരു പ്രശ്നം തന്നെയാണ്. അതിനെ നമ്മൾ തുറന്ന് പറയും. ആ പറയുന്ന സമയത്ത് കണ്ടോ നിങ്ങൾ ആ സംഗതിയെ നിങ്ങൾ ഇവിടെ വർഗീയവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ ഇതിൽ വർഗീയത കലർത്തുന്നത് അത് നിങ്ങൾ തന്നെയല്ലേ? അപ്പോൾ നമ്മൾ ഈ നിയമത്തിൻ്റെ പ്രശ്നത്തെ, ആ നിയമത്തിൻ്റെ ആ പോരായ്മയും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് മുസ്ലിമിനെയാണ് പറയുന്നത്, അത് ഇസ്ലാമിനെയാണ് പറയുന്നത് എന്ന് നിങ്ങൾ വളച്ചു നീട്ടിക്കൊണ്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ അവിടെ തട്ടിച്ച് അതിന് ആ യഥാർത്ഥ പ്രശ്നത്തെ ചർച്ച ചെയ്യുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തി അതിനെ ചർച്ചയെ വഴിമുട്ടിക്കുക, വഴി തിരിച്ചുവിടുകയും ചെയ്യുന്നത്, സത്യത്തിൽ അതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഈ ചർച്ച നടക്കാതിരിക്കണം എന്നുള്ളതല്ലേ? അതിനുവേണ്ടിയല്ലേ നിങ്ങൾ ഈ പറയുന്ന മുട്ടിന് ഇത് വർഗീയത പടർത്തുന്നു, വർഗീയത പറയുന്നു, മുസ്ലിങ്ങളെ എന്തോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ കിടന്ന് നിലവിളിക്കുന്നത്? നിങ്ങൾ ആരെയാണ് കളിപ്പിക്കാൻ നോക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ മാതിരിയുള്ള പൊറാട്ട് നാടകമൊക്കെ കുറേ ആയില്ലേ നമ്മൾ കാണുന്നു. നിങ്ങൾ ഇനിയെങ്കിലും കൃത്യമായിട്ടൊരു അസൽ ഈ പറയുന്ന വഖഫ് സംരക്ഷണ മുതലാളിയുടെ ആ തനി സ്വരൂപത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ എന്താ നിങ്ങൾക്ക് ആർജവമില്ലാത്തത്?
നിങ്ങളുടെ യഥാർത്ഥ മുഖം, നിങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന ആ തക്കിയ മുഖം അത് പുറത്ത് ചാടുമെന്ന് വിചാരിച്ചിട്ടാണോ? ഈ പറയുന്ന വഖഫ് ഒരു യഥാർത്ഥ കൊള്ള സംഘം തന്നെയാണ് എന്നുള്ളത് പുറത്ത് ചാടുമെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങളത് പറയാതിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി പറയാതിരുന്നൊരു കാര്യമൊന്നുമില്ല. നിങ്ങൾ പറയാതെ തന്നെ ഇന്നിപ്പോൾ നാട്ടുകാർക്ക് മുഴുവൻ ഇത് മനസ്സിലാവുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ തുടക്കത്തിൽ ഒന്ന് പറയുന്നു, പിന്നീട് വേറൊന്ന് പറയുന്നു, അങ്ങനെ മാറ്റിയും മറിച്ചും പറഞ്ഞ് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടെ വെളിച്ചത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ടുകളി അവസാനിപ്പിക്കുക. നിങ്ങൾ കൃത്യമായിട്ട് പറയാം, ഇവിടെ ഈ വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞ കാര്യത്തെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലേ, അത് പച്ചയ്ക്ക് പറയാ. അതുപോലെ അദ്ദേഹം പറഞ്ഞ മാതിരി എന്താണ് അവിടെ കുടിയേറ്റക്കാർ എന്ന വാക്ക് അത് നിങ്ങൾ ഉപയോഗിക്കുമോ ഇല്ലേ, അത് ഉപയോഗിച്ച് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലേ, നിങ്ങൾ കൃത്യമായിട്ട് പറയണം. അല്ലാതെ കയ്യേറ്റക്കാർ എന്ന് ആദ്യം പറഞ്ഞത് ശ്രീ മുജീബ് റഹ്മാൻ തന്നെയാണ്. ഈ ഒരു ചർച്ചയിലാണ് പറഞ്ഞത് അവർ കയ്യേറ്റക്കാരാണ് എന്ന്. പക്ഷെ ഇതേ മുജീബ് റഹ്മാൻ തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത് ഒരാളെ പോലും ഞങ്ങൾ അവിടെ നിന്ന് കുടിയിറക്കില്ല എന്ന്. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ലല്ലോ. അതാണ് ഈ സ്വരം മാറ്റുന്നുണ്ടല്ലോ ഇടക്കിടക്ക്. അതെ, അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. പുറത്താണ് ആരാണ് സ്വാധീനിക്കുന്നത് എന്നുകൂടി അറിയണം, വ്യക്തമാക്കണം ശ്രീ മുജീബ് റഹ്മാൻ. ഞാൻ 2 കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വെക്കാനുള്ളത് 2-3 ചോദ്യങ്ങളും അവസാനമായിട്ടൊരു കാര്യവും ആണ് പറയാനുള്ളത്. അതായത് ഈ ചോദ്യങ്ങൾ ഇതാണ്: ഈ വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞ കാര്യത്തോട് മുജീബ് റഹ്മാൻ യോജിക്കുന്നുണ്ടോ ഇല്ലേ, കൃത്യമായിട്ട് ഉത്തരം പറയണം. അതിന് യെസ് ഓർ നോ പറയണം. അത് പറഞ്ഞത് യോജിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ പറയാ. യോജിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് യോജിക്കുന്നു എന്ന് നിങ്ങൾ പറയാം. അതല്ല, അതോടൊപ്പം നിങ്ങൾ ഉത്തരം പറയേണ്ട കാര്യമാണ് ഈ പറയുന്ന കുടിയേറ്റക്കാർ എന്ന് വിളിക്കുന്ന ആ ഒരു വാദം, അത്തരത്തിലുള്ള ഒരു പ്രയോഗം, അത് കയ്യേറ്റക്കാർ, അത് നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, അത് നിർത്തുന്നുണ്ടോ ആ ഒരു പ്രയോഗം എന്നുള്ളതാണ് നിങ്ങൾ പറയാനുള്ളത്. ഇനി അവസാനമായിട്ട് അതിൽ എനിക്ക് പറയാനുള്ള കാര്യം, ഇവിടെ ഈ കുടുംബങ്ങളുടെ എണ്ണം അന്വേഷിച്ചും അതുപോലെ ഇതുപോലെ അവിടുത്തെ സ്ഥലത്തിന്റെ കണക്ക് അന്വേഷിച്ചൊക്കെ നടക്കുന്ന പണി, യഥാർത്ഥത്തിൽ ഈ കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ലേ? വഖഫ് ബോർഡിന്റെ കയ്യിൽ എത്ര അളവ് സ്ഥലമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അവിടെ എത്ര കുടുംബങ്ങളുണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കണക്കാണ്. വഖഫ് ബോർഡിൻ്റെതാണ് സ്ഥലം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ വഖഫ് ബോർഡിന്റെ സ്ഥലം എന്ന കണക്കിൽ എത്രയാണ് അവിടെ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറയാം. ആ രേഖ നിങ്ങൾ മുന്നോട്ട് വെക്കുക. അത് ആണ് മറ്റൊരു ചോദ്യം. ഇനി അവസാനമായിട്ട് അതിൽ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ ഈ പറയുന്ന വിഷയം പറയുന്ന സമയത്ത് ഇവിടെ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ ശ്രമം നടത്തുന്നുണ്ട്. കോടതി നിരീക്ഷിച്ചില്ലേ എന്ന് ചോദിക്കുന്നു, അതല്ലെങ്കിൽ സർക്കാരുകൾ പറഞ്ഞില്ലേ എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഇവിടെ ഓൾറെഡി ഇത് വഖഫ് ഭൂമി ആണോ അല്ലയോ എന്നൊരു തർക്കം നടന്നു കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ പേരിൽ ഒരു തീരുമാനം വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധരിപ്പിക്കൽ ആണ് ഇവിടെ നടക്കുന്നത്. അടിവരായിട്ട് പറയാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, അങ്ങനെ ഒരു തർക്കം ഇവിടെ നടന്നിട്ടില്ല. അതല്ലായിരുന്നു ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ ഒരു നിയമമോ അല്ലെങ്കിൽ ഒരു നിരീക്ഷണമോ ഇതുപോലെ ഒരു കോടതിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനമോ നടന്നിട്ടില്ല. തർക്കമുണ്ട് എന്നുള്ളത് മാത്രമേ സമ്മതിച്ചിട്ടുള്ളൂ. അതല്ലാതെ ഇത് വഖഫ് ആണ് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള കള്ളം പറഞ്ഞുകൊണ്ട്, നുണയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇസ്ലാം ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. നിങ്ങളാണ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. വഖഫ് എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിൻ്റെതാണെന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവസാനം അതാ പറഞ്ഞു വെക്കുന്നത്. വിതൗട്ട് ലൈസ് ഇസ്ലാം ഡൈസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് തന്നെയാണ് നിങ്ങളിവിടെ വീണ്ടും വീണ്ടും തെളിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പറയും, മതേതര രാജ്യമായ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു കാടൻ രീതിയിൽ ഒരു മതത്തെ നിങ്ങൾ ഇതുപോലെ സംരക്ഷിക്കാൻ, ആ നിയമത്തെ നിങ്ങൾ ബാക്കിയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി, മുസ്ലിങ്ങൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ നിലനിർത്താനും വേണ്ടിയിട്ട് വാദിക്കുന്നതിൽ എന്താണ് നിങ്ങളുടെ ചേതോവികാരം? ഇതാണ് എനിക്ക് അറിയാനുള്ളത്. സമാനമായ രീതിയിൽ മറ്റ് മതങ്ങൾ ഇതേപോലെ സംഗതിയുമായിട്ട് വന്നാൽ അവരതിനു വേണ്ടി വാദിച്ചാൽ, പോത്തിനെ തിന്നരുതെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് അവരുടെ മതത്തിന്റെ അവകാശമല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ വകവെച്ച് കൊടുക്കുമോ ഇല്ലേ? ഇതും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ വളരെ ഉപകാരം. ഓക്കെ ഫാദർ, വഖഫ് ബോർഡ് ചെയർമാൻ ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്താനുള്ള കാരണം എന്തായിരിക്കും? ഞാൻ തുടക്കത്തിൽ പറയുകയുണ്ടായി, അതായത് വഖഫ് സംരക്ഷണ റാലിയും മഹാസമ്മേളനമൊക്കെ നടത്താൻ പോവുകയാണ് ഒരു സംഘടന. അപ്പോൾ ഇത് അവർക്ക് ഊർജം പകരുന്ന ഒരു പരാമർശം കൂടിയല്ലേ? അതില് ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഏതാനും വെള്ളിയാഴ്ചകളായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, കേരളത്തിലുള്ളവരെല്ലാവരും കാണുന്നുണ്ട്. സമ്മേളനങ്ങൾ അവിടെ ഇവിടെയും വയ്ക്കുന്നു, അത് വലിയൊരു വിഷയമായിട്ട് വരുന്നു. അവര് വളരെ പ്രകോപനമായ രീതിയിലുള്ള സംസാരങ്ങൾ നടത്തുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. തങ്ങൾ 3 വർഷമായി അന്യായമായ റവന്യൂ തടങ്കലിലായിരിക്കുന്ന ജനം, ആ ജനം നടത്തുന്ന ഒരു സമരം നമുക്കറിയാം. അവിടെ മുനമ്പത്ത് നടക്കുകയാണ്.
5ഓളം ദിവസമാകുന്നു. ആ ജനത്തെ കെട്ടിയിട്ട അവസ്ഥയിലാണ്. അവര് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ 1989 മുതൽ 1991 വരെ കൃത്യമായിട്ട് പേരുകൾ വരെ അവിടെ ഉണ്ട്. വളരെ കൃത്യമായിട്ട് 156 അന്നത്തെ രീതിയിൽ 156 പേരുടെ അഡ്രസ്സും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല അത് എപ്പോഴാ 1987 ഒരു പറവൂർ സബ് കോർട്ടിന്റെ ഒരു വിധി വന്നു. അവിടുന്ന് എന്താണ് അവിടെയുള്ള കുടിയേറ്റക്കാര് അവരെ ഒഴിപ്പിക്കണം, അതിന് ഒരു റിസീവറെ വെക്കുന്നു. അങ്ങനെ 5 മാസത്തിനുള്ളിൽ അവരെ അവിടുന്ന് ഒഴിപ്പിക്കണം. പ്രശ്നം എന്തായിരുന്നു? വഖഫ് എന്നുള്ളതല്ല, പ്രശ്നം എന്തായിരുന്നു? അത് ഫറൂഖ് കോളേജിന്റെ ഭൂമി എന്നുള്ള രീതിയിലാണ്. ഉടമസ്ഥാവകാശം, അതാണ് കൃത്യമായിട്ട് പറഞ്ഞത്. ഉടമസ്ഥാവകാശം ആരുടേത്? ഇതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് കോടതിയില് 1987 വിധിയിൽ ഇതാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനുശേഷമോ 1989 ഫറൂഖ് കോളേജ് കോടതിയിൽ വീണ്ടും ഒരു 1988 ഫറൂഖ് കോളേജ് തീരുമാനമെടുക്കുന്നു, ഈ ഭൂമി ഇവിടുത്തെ ആളുകളുമായിട്ട് അവരെ ഈ പറഞ്ഞതുപോലെ ഒഴിപ്പിക്കുക അസാധ്യമാണ്. 5 മാസത്തിനുള്ളിൽ അവിടുന്ന് ഒഴിപ്പിക്കുക അസാധ്യം. കാരണം എന്താ വെച്ചാൽ ഒത്തിരി നീണ്ട ചരിത്രമുണ്ട് ആ ജനത്തിന്റെ ചരിത്രം. അങ്ങനെ അവരെ അങ്ങനെ ഒഴിപ്പിക്കാനാവില്ല എന്ന് ഫറൂഖ് കോളേജിന് വ്യക്തമായതുകൊണ്ട് ഫറൂഖ് കോളേജ് തീരുമാനിക്കുന്നു ഇത് വിറ്റേക്കാം. അവര് തീരുമാനമെടുത്ത് അവരുടെ മിനിറ്റ്സിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ലേ. 1988 അവർ തീരുമാനിക്കുന്നു ഒഴിപ്പിച്ചേക്കാം. 1989 കോടതിയിൽ നിന്ന് അവര് അനുവാദം വാങ്ങുന്നു ഇത് അളന്ന് കൊടുക്കാനായിട്ട്. അപ്പൊ കാരണം ഇപ്പൊ കോടതിയുടെ കയ്യിലിരിക്കുകയാണ്, അപ്പോ അളന്ന് കൊടുക്കാനായിട്ടുള്ള അനുവാദം വേണം. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടിരിക്കുകയാണ്. ആ രീതിയിൽ 1989 മുതൽ 1991 വരെയുള്ള കാലഘട്ടങ്ങളിൽ അഡ്രസ്സ് കൃത്യമായിട്ട് എഴുതപ്പെട്ടുള്ള 157ഓളം പേരുകൾ കൃത്യമായിട്ട് അവിടെ ഉണ്ട്. അതുകൂടാതെ പേര് അവിടെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്, പേരില്ലാത്തവര്. അപ്പോഴ് 218 അന്ന് 1991 218 കുടുംബങ്ങൾ അന്ന് ഈ ഫാറൂഖ് കോളേജിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിയ ഭൂമി, ആധാരം ചെയ്തെടുത്ത ഭൂമി, ഇതുവരെ കരമടച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭൂമി കൊള്ളക്കാര് 2009 പിടിച്ചെടുക്കുന്നു, പ്രഖ്യാപിക്കുന്നതിന് എന്താണ് മാനദണ്ഡം? ഒന്നുമില്ല, വഖഫ് ആക്ട് പഴുതിട്ട് വച്ചിട്ടുള്ള ആർട്ടിക്കിൾ 40 ഇട്ടുവച്ചിട്ടുള്ള പഴുതുകൾ, ആ പഴുതുകൾ ഉപയോഗിച്ച് വഖഫ് ബോർഡ് അത് വഖഫായി പ്രഖ്യാപിക്കുന്നു. 2019 അത് രജിസ്ട്രിയിലേക്ക് എഴുതിയെടുക്കുന്നു. 2022 അവിടെ അവർക്ക് റവന്യൂ അവകാശങ്ങളെല്ലാം ബ്ലോക്ക് ആവുന്നു. എന്തൊരു കടുത്ത അനീതിയാണ് ഈ നടക്കുന്നത് നമ്മുടെ നാട്ടില്. സത്യത്തിൽ ഇവിടെ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടത് ആരാണ്? ഗൗരവമായിട്ട് ചിന്തിച്ചു നോക്കുക. മനസാക്ഷിയുള്ള കേരള സമൂഹം ചിന്തിക്കട്ടെ. ഇവിടെ ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടത് ആരാണ്? അവിടെയുള്ള 610 കുടുംബങ്ങളല്ലേ. പക്ഷേ ഒന്നാലോചിച്ച് നോക്കി, എത്ര സമാധാനപരമായി, എത്ര ഭംഗിയായി അവര് തങ്ങളുടെ വേദന സർക്കാരിനെ അറിയിക്കുന്നു, തങ്ങളുടെ വേദന പൊതുസമൂഹത്തെ അറിയിക്കുന്നു. എത്ര കൃത്യമായി അവർ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നു. MP-മാർക്ക് വരെ അവര് കത്തെഴുതി. MP-മാർക്ക് ഇന്ത്യയിലുള്ള സകല രാഷ്ട്രീയ പാർട്ടികൾക്കും അവർ കത്തെഴുതി. എന്താണെന്നറിയാമോ? തങ്ങൾ ഈ അവസ്ഥയിലായിരിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം എന്ത്? യഥാർത്ഥ കാരണം വഖഫ് ആക്ട് തന്നെയാണ്, വഖഫ് നിയമം ആണ്. അതുകൊണ്ട് ഇന്ന സെക്ഷനുകൾ ഞങ്ങൾക്ക് വളരെയേറെ പ്രശ്നം ഉണ്ടാക്കി, ഞങ്ങളെ ഈ അവസ്ഥയിലാക്കിയിരിക്കുന്നത് വഖഫ് ആക്ടിലെ ഇന്ന പ്രശ്നങ്ങളാണ്. അപ്പോ നോക്കൂ, ഒരു ജനത വലിയ അടിച്ചമർത്തലുകൾ നേരിടുന്ന ഈ സമയത്ത് 3 വർഷമായിട്ട് വലിയ കിരാതമായ ഒരു നിയമം കൊണ്ട് ഒരു കൊള്ള സംഘം പോലെ പ്രവർത്തിക്കുന്ന വഖഫ് ബോർഡ് ഇതുപോലുള്ള അന്യായം ചെയ്തിട്ട് ആ ജനം എത്ര മാന്യമായി, എത്ര ജനാധിപത്യപരമായി, എത്ര മതേതരപരമായി, എത്ര സുന്ദരമായിട്ടാണ് കാര്യങ്ങൾ അവർ ചെയ്യുന്നത്.
ആ ജനം ഏതെങ്കിലും വർഗീയത അവർ പരത്തിയതായിട്ട് നിങ്ങൾ കണ്ടോ? ഏതെങ്കിലും രീതിയിൽ ഒരു 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 സ്ഫോടനാത്മകമായ ഒരു അറ്റ്മോസ്ഫിയർ അവർ ഉണ്ടാക്കിയതായിട്ട് കണ്ടോ? പക്ഷേ നമ്മൾ കഴിഞ്ഞ ഏതാനും വെള്ളിയാഴ്ചകളിലായി കണ്ടുവരികയാണ്, പെരുപ്പിച്ച് 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 വരികയാണ്. മുജീബ് റഹ്മാൻമാര് പെരുപ്പിച്ചു വരികയാണ്. തനിനിറം. ഈ തനിനിറമാണ് ഈ പൊതുസമൂഹം തിരിച്ചറിയുന്നത്. കേരളത്തിലെ പൊതുസമൂഹം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ വഖഫ് ബോർഡിന്റെ അധിനിവേശങ്ങളിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആരാ? കേരളത്തിലെ വഖഫ് ബോർഡിന്റെ അധിനിവേശങ്ങളിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആരാ? കണക്കെടുത്ത് നോക്കിയാൽ മതിയല്ലോ, വംശി എടുത്ത് നോക്കിയാൽ മതിയല്ലോ. വംശിയിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. കേരളത്തിൽ ഡീറ്റെയിൽസ് അറിയാവുന്ന, കൃത്യമായി ഡീറ്റെയിൽസ് അറിയാവുന്ന വഖഫ് ക്ലെയിംസ്, അതായത് ഏത് ഭൂമി, അതിന്റെ സർവേ നമ്പർ എത്ര, അതിരുകൾ ഏത്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയാവുന്ന വഖഫ് ഭൂമികൾ അതില് 1167 മറ്റോ ആണ് ഉള്ളത്. പക്ഷേ അതിൽ 1006 ഭൂമിയും തർക്കത്തിലാണ്. 1006. ഓർക്കണം, 53,297 ഭൂമികൾ വംശിയിൽ കേരളത്തിലെ വഖഫ് ബോർഡ് വഖഫ് അവകാശം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. 53,297 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇത് വംശി സൈറ്റിലുള്ളതാണേ, കൃത്യമായിട്ട് അവിടെ കിടക്കുന്ന സംഗതികളാണ്. പക്ഷെ അതിൽ 52,000-ലേറെ സ്ഥലങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽസ് ലഭ്യമല്ല. അതിന്റെ അർത്ഥം എന്താണ്? തൽക്കാലത്തേക്ക് പതുങ്ങിയിരിക്കുകയാണെന്നാണ്. കൊള്ളസംഘം തൽക്കാലം പതുങ്ങിയിരിക്കുകയാണ്. ഇനി ഒരു 10-15 വർഷം കൂടി കഴിയുമ്പോഴേക്കും അവിടെ ഒരു സർവേ നമ്പർ ഇടാം. ഇത് എന്തൊരു വഞ്ചനയാണ് ഈ നടക്കുന്നത്, എന്തൊരു കൊള്ളയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വക കാര്യങ്ങളെ കുറിച്ച് ഇന്ത്യൻ ജനത, അവിടെ മതവും ജാതിയുടെ ഒരു വിഷയമില്ല. എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരിൽ വളരെയേറെ പേര് മുസ്ലിം സഹോദരങ്ങളുണ്ട്. ഞാൻ എഴുതുന്ന ആർട്ടിക്കിളുകളിൽ പല കൃത്യമായ റെഫറൻസസും കാര്യങ്ങളും എനിക്ക് ലഭിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളിൽ നിന്നാണ്. അപ്പൊ മുജീബ് റഹ്മാനൊക്കെ ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇനി കേരളത്തിലെ 1006 തർക്കങ്ങൾ വഖഫ് ബോർഡും കേരളത്തിലെ ജനവുമായിട്ടുള്ളതിൽ ഓർക്കണം, 551 കേസുകളും ആരുമായിട്ടാ ഉള്ളത്? അപ്പോ വർഗീയത എന്ന് പറയുന്നത് എന്തിനാണ് ഇത് മതവും ജാതി എന്നൊക്കെ പറയുന്നത്? മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ തന്നെയും വഖഫ് ബോർഡിന്റെ ഈ അധിനിവേശങ്ങളിൽ കിടന്ന് ഞെരിപിരി കൊള്ളുകയാണ്. അതുകൊണ്ടാണല്ലോ 551 തർക്കങ്ങൾ മുസ്ലിം സഹോദരങ്ങളും വഖഫ് ബോർഡുമായിട്ട് ഇന്നുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള ശരിയായിട്ടുള്ള കണക്കുകൾ മുജീബ് റഹ്മാൻ പഠിക്ക്, ശരിയായി മനസ്സിലാക്ക്. നമ്മൾ ഒന്നല്ലേ? നമ്മൾ ഇന്ത്യയിലെ ജനം മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ഒന്നിച്ച് ജീവിക്കണമെന്ന്, ഒന്നിച്ച സ്നേഹത്തിൽ ജീവിക്കണമെന്ന്, ഒരു മതത്തിന്റെയും കാര്യങ്ങൾ മറ്റൊരു മതത്തിന്റെയോ മറ്റാളുകളുടെയോ മേൽ അടിച്ചേൽപ്പിക്കരുതെന്ന് നിർബന്ധം വേണ്ടേ റജീബ് മുഹമ്മൻ? വേണ്ടേ? ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും ഇവിടുത്തെ SDPIയും ഇവിടുത്തെ PDP ഒക്കെ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത് എന്താണ്? ഇങ്ങനെ പോയാൽ മതിയോ? ഈ നമ്മുടെ ഇന്ത്യ പണ്ടത്തെ 1947 ആ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഒരു അവസ്ഥയില്ലേ, ആ ഒരു വളരെ ഗൗരവം പിടിച്ച, വളരെ അപകടം പിടിച്ച ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോയി എത്തിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ദയവ് ചെയ്ത് ഇന്ത്യയുടെ ഭരണഘടനയെ നിങ്ങൾ അംഗീകരിക്കുക, ഇന്ത്യയുടെ മതേതരത്വത്തെ നിങ്ങൾ ആദരിക്കുക, ഇന്ത്യയുടെ ജനാധിപത്യത്തെ ദയവ് ചെയ്ത് അതിനു വേണ്ടി നിലകൊള്ളുക. നമുക്കിവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം വേണ്ട, നമുക്കിവിടെ ഒരു ക്രൈസ്തവ രാഷ്ട്രം വേണ്ട, നമുക്കിവിടെ ഒരു ഹൈന്ദവ രാഷ്ട്രവും വേണ്ട. തെളിച്ചു പറയൂ മുജീബ് റഹ്മാൻ. നോക്കണം, ആ പുസ്തകം എന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ചേന്ദമംഗലൂരിന്റെ അദ്ദേഹത്തിന്റെ ആ പുസ്തകം ഓർമ്മ വരികയാണ്. എന്താണ്? ദൈവത്തിന്റെ രാഷ്ട്രീയം. ഓന്തിന്റെ പടമാണ് കവർ പേജിൽ എന്ന് ഓർക്കണം. ദൈവത്തിന്റെ രാഷ്ട്രീയം.
ഓക്കെ പാത്ത. മുജീബ് റഹ്മാൻ നേരത്തെ ആരിഫ് ഹുസൈൻ ചോദിച്ച ഒരു ചോദ്യം, അതായത് ഈ വഖഫ് ബോർഡ് ചെയർമാൻ സക്കീറിൻ്റെ പ്രസ്താവനയെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? മായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ നേരത്തെ നമ്മുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു പോവാം. മയ്യാറ്റിൽ പിതാവ് സംസാരിച്ചു. അല്ല, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മറുപടി പറയണ്ടല്ലോ. സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു വഖഫ് ബോർഡിന്റെ ചെയർമാൻ എന്തിനു പറഞ്ഞു ഞാൻ അത് അംഗീകരിക്കുന്നോ അദ്ദേഹം അംഗീകരിക്കുന്നോ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതൊരു ഗവൺമെന്റ് സംവിധാനമാണ്. ആ സംവിധാനം നിലവിലുള്ള അവസ്ഥയിൽ ചോദ്യം ചെയ്യാനുള്ള നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. അവിടെ വഖഫ് ബോർഡ് എന്തെങ്കിലും അവർക്ക് തോന്നിയത് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട് നിലവിൽ. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ചയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജോഷി അച്ഛൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ, രാമചന്ദ്രൻ കമ്മീഷൻ, വളരെ കൃത്യമായ രീതിയിൽ അവിടെ നടന്ന മുനമ്പം സന്ദർശന വേളയിൽ ആ സമരസമിതി സംഘടിപ്പിച്ചിട്ടുള്ള അത് തന്നെ ഞാൻ ഇടയ്ക്ക് വരുന്നത്. അപ്പം അങ്ങനെ മുനമ്പം സമിതി സംഘടിപ്പിച്ച സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടുത്തെ സമരസമിതിയുടെ ആ സമരപ്പന്തലിൽ വന്നിട്ട് നിലവിൽ ഈ ഭൂമി വഖഫാണ് എന്ന് ഒരു കോടതിയും ഒരു സ്ഥലത്തും എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് ഒരു തട്ടിപ്പ് കേസിലെ 3-ാം പ്രതി പറയുന്നതാണോ അദ്ദേഹത്തിന് വിശ്വാസ്യയോഗ്യമായിട്ടുള്ളത്? അതല്ല, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബെച്ചു കുര്യൻ എന്ന് പറയുന്ന ബഹുമാന്യനായ ജഡ്ജി, അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയപ്പെടുന്ന തട്ടിപ്പ് കേസിൽ 3-ാം പ്രതിയായിട്ടുള്ള കമ്മീഷന്റെ അന്വേഷണത്തെ അദ്ദേഹത്തിനെ നിയോഗിച്ചിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ വന്ന ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി വളരെ കൃത്യമായ രീതിയിൽ, അതൊന്നും ചിലപ്പോൾ ജോഷി മയ്യാട്ടിൽ പിതാവ് പത്രത്തിൽ ചിലപ്പോൾ വായിച്ചിട്ടില്ല, അദ്ദേഹം ചിലപ്പോൾ ദീപിക മാത്രമായിരിക്കും വായിക്കുന്നത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. ആ ജഡ്ജി വളരെ കൃത്യമായി ഇത് വഖഫ് ഭൂമിയാണ് എന്ന് എത്രയോ തവണ കോടതികൾ വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ അങ്ങനെ വഖഫ് ഭൂമി ആണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഈ ഭൂമിയുടെ വിഷയത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചിട്ടുള്ളത്? എൻ്റെ വാക്കല്ല കേട്ടോ. ഇനിയിപ്പോൾ അതിൽ എന്നോട് തർക്കിക്കേണ്ടതില്ല. ഈ ചിലപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ ജനം ചാനലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന ചർച്ചയിൽ നമ്മുടെ ആങ്കർ തന്നെ എന്നോട് ചോദിച്ചു, നിലവിൽ കോടതിയുടെ ഇടയ്ക്ക് സംസാരിക്കരുത്, ഇടയ്ക്ക് സംസാരിക്കും 3 പേര് സംസാരിച്ചപ്പോൾ ഇടയ്ക്ക് കയറി ചോദിച്ചുകൊണ്ട് ആങ്കർ ഞാൻ പറയുമ്പോ ഇത്രയും പേര് സംസാരിച്ചപ്പോ ആങ്കർ അതിന്റെ ഇടയ്ക്ക് സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിക്കട്ടെ. ഞാനുണ്ടായിരുന്നു ആ കോടതിയിൽ വളരെ കൃത്യമായ രീതിയിൽ ബിച്ചു കുര്യൻ സാറ് ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ളത് എത്രയോ നേരത്തെ തന്നെ കോടതികൾ പ്രതിപാദിച്ചിട്ടുള്ള ഒരു ഭൂമിയാണ്. ഈ ഭൂമിയുടെ വിഷയത്തിൽ എന്തടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2022 ജോഷി മയ്യാറ്റിൽ പിതാവിൻ്റെ നേതൃത്വത്തിലായിരിക്കുമല്ലോ സ്ഥലം MLA ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ച് അവിടുത്തെ ആ പള്ളിയിലെ തന്നെ വികാരിയും ബാക്കിയുള്ള ജനപ്രതിനിധികളുമൊക്കെയായി തിരുവനന്തപുരത്ത് പോയത്, മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തത്, മുഖ്യമന്ത്രി ജില്ലാ കളക്ടറുമായിട്ടും ഇന്നത്തെ വഖഫ് ബോർഡ് ചെയർമാനെ കുറിച്ച് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അന്നത്തെ TK ഹംസ എന്ന് പറയുന്ന വഖഫ് ബോർഡ് ചെയർമാനുമായി ബന്ധപ്പെട്ടത്. വഖഫ് മന്ത്രി അന്നും ഇന്നും ഈ പറയപ്പെടുന്ന അബ്ദുറഹ്മാൻ സാഹിബ് തന്നെയായിരുന്നല്ലോ. ഈ പറയപ്പെടുന്ന ചർച്ചയിൽ നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളൊന്നും അതിൽ ഇടപെട്ടിട്ടില്ലല്ലോ. അവിടെ നടന്ന ചർച്ചയിലോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലോ ഒരു ചാനൽ ചർച്ചയിലോ ഞങ്ങളാരും വന്നിട്ടില്ല. മുനമ്പ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടേ ഇല്ല. നിങ്ങളുടെ കയ്യിൽ തന്നെയായിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളും. മുഖ്യമന്ത്രിയെ കാണലും ജില്ലാ കളക്ടറെ കാണലും ഇത് നിങ്ങളെല്ലാവരും കൂടിയിരുന്നു കൊണ്ട് ഒരു മുസ്ലിം സംഘടനയോ ഞങ്ങളാരും അതിൽ ഇടപെട്ടുകൊണ്ട് ഈ പറയപ്പെടുന്ന നീക്കങ്ങളെ പൊളിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കലോ ജില്ലാ കളക്ടർക്ക് നിവേദനം കൊടുക്കലോ എവിടെയെങ്കിലും സമരപ്പന്തൽ കെട്ടിക്കൊണ്ട് ഇതിനെതിരെ സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ പറയപ്പെടുന്ന രീതിയിൽ എതിർപക്ഷത്തു നിന്ന് ഒരു സംസാരവുമില്ലാത്ത ഒരു അവസ്ഥയിൽ ഈ വിഷയത്തിൽ കരമടക്കാനുള്ള പെർമിഷൻ നിങ്ങൾക്ക് തന്നല്ലോ. നിങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ പറയപ്പെടുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ 2022
2022 ഈ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷമാണല്ലോ കരമടക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ കരമടക്കാനുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ആ കരമടക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടത് ആരാണ് നിങ്ങൾക്ക് അവിടെ കരമടക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടത്? വാഴക്കാലക്കാരനായിട്ടുള്ള വഖഫ് സംരക്ഷണ വേദിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സലാം പട്ടാളം എന്ന് പറയുന്ന സലാം വാഴക്കാല, അദ്ദേഹം കോടതിയിലൊരു ഹർജി കൊടുത്തു. അവിടെ അത് വഖഫ് ഭൂമിയാണ്. ആ വഖഫ് ഭൂമിയിൽ കരമടക്കാൻ വേണ്ടിയുള്ള അനുമതി നിലവിൽ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ചോദ്യം ചെയ്തുകൊണ്ട് കൊടുക്കപ്പെട്ടിട്ടുള്ള ആ ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ നിന്ന് എന്തടിസ്ഥാനത്തിലാണ് വിധി വന്നത്? ആ വിധി എന്തായിരുന്നു? ആ വിധി അവിടെ കരമടക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. ഞങ്ങൾ ആരും അല്ലല്ലോ അത് പറഞ്ഞത്. അങ്ങനെ കരമടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയല്ലേ? ആ ഹൈക്കോടതി പറഞ്ഞിട്ട് അതിന്റെ നിഷേധിച്ചതിന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയെയോ ഞങ്ങളെയൊക്കെ പഴിവരിച്ചിട്ട് കാര്യമില്ല. വേറൊരു കാര്യം, അദ്ദേഹം വളരെ ആവേശത്തോടു കൂടി സംസാരിക്കുന്നവരുണ്ട്. ഒരു വഖഫ് നിയമത്തെ, ഒരു മതത്തിന്റെ നിയമത്തെ, ഞങ്ങൾ ദക്കാത്ത് പോലെ തന്നെ ഹജ്ജ് പോലെ തന്നെ ഞങ്ങൾ പവിത്രമായി കാണുന്ന ഒരു സംവിധാനമാണ് വഖഫ് എന്നുള്ളത്. ആ വഖഫ് നിയമത്തെ അദ്ദേഹം വളരെ മോശമായി, അദ്ദേഹം നേരത്തെ ഇന്ത്യയുടെ മതേതരത്വത്തെക്കുറിച്ചും നമ്മളൊക്കെ ഒരുമിച്ച് ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ ഒക്കെ നമ്മൾ വേർതിരിവുണ്ടാകരുത് എന്നും ഇത് മുസ്ലിം രാഷ്ട്രമാക്കാനോ ക്രിസ്ത്യൻ രാഷ്ട്രമാക്കാനോ ഹിന്ദു രാഷ്ട്രമാക്കാനോ നമ്മൾ ശ്രമിക്കരുതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള സംസാരങ്ങൾ, അദ്ദേഹം യൂട്യൂബിലാണെങ്കിലും ബാക്കിയുള്ള ചർച്ചകളിലൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള സംസാരങ്ങൾ അദ്ദേഹം തന്നെ ഒന്നുകൂടി കേട്ടു നോക്കിയാൽ അത്തരത്തിലുള്ള രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ ഈ പറയപ്പെടുന്ന ക്രൈസ്തവരായിട്ടുള്ള പാവപ്പെട്ട സഹോദരീ സഹോദരങ്ങളുടെ ഉള്ളിലേക്ക് വിഷം കുത്തിവെക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ച അദ്ദേഹം ഈ ചാനൽ ചർച്ചയിൽ വന്നുകൊണ്ട് അദ്ദേഹം വലിയ പുണ്യവാളനെ പോലെ സംസാരിക്കുന്നത് ശരിയല്ല. അദ്ദേഹം ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ ഒരിക്കലും, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, ഞങ്ങൾ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ ബഹുമാനിക്കാത്തവരല്ല. പക്ഷേ ഈ പറയപ്പെടുന്ന ജോഷി മയ്യാട്ടിൽ എന്ന് പറയുന്ന വൈദികന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അത് വർഗീയതയാണ്. അത് ഇവിടുത്തെ ക്രൈസ്തവരെയും മുസൽമാന്മാരെയും തമ്മിലടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വാചകങ്ങളായിട്ടാണ് എന്റെ അറിവുപൂർവ്വമായിരിക്കാം. എന്റെ സെക്കൻഡ് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ താങ്കൾ അതിൽ ഇടപെടേണ്ടതില്ല. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വന്നിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഈ രാജ്യത്തെ മതസൗഹാർദ്ദം തകർക്കുന്നതായിരുന്നു. എനിക്കത് തുറന്നു പറയുന്ന ഒരു ബുദ്ധിമുല്ല. കാരണം ഞാൻ ഈ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അദ്ദേഹം അതൊക്കെ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുള്ള കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച എറണാകുളത്ത് ഹൈക്കോടതിയിൽ നടന്ന സമ്മേളനം കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തില് ഹൈക്കോടതി ജംഗ്ഷനിൽ ഈ ജോഷി മയ്യാട്ടിൽ പിതാവ് ഉൾപ്പെടെയുള്ള 5 or 6 വൈദികർ സംസാരിച്ച എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ നടന്ന വന്നിട്ടുള്ള എന്റെ സംസാരത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ അംഗീകരിച്ചു തരില്ല. ഹൈക്കോടതി പരിസരത്ത് ചേർന്ന ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. താങ്കളാണ് സ്വയം പരിശോധിക്കേണ്ടത്, തിരുത്തേണ്ടത് ശ്രീ മുജീബ് റഹ്മാൻ. അല്ലല്ല, താങ്കൾ പറഞ്ഞു ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം വർഗീയ വിദ്വേഷം വമിക്കുന്ന ചില പരാമർശങ്ങൾ നടത്തിയെന്ന്. ആ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പങ്കെടുത്തില്ല. ഫാദർ ജോഷി മയ്യാറ്റിൽ പങ്കെടുത്തില്ല. നോക്കൂ, താങ്കളൊന്ന് പരിശോധിക്കുക. താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഷോൺ, ഈ സക്കീറിനെ പോലുള്ളവരുടെ നാവടപ്പിക്കാൻ വഖഫ് ഭേദഗതി ബില്ലിന് സാധിക്കുമോ? എന്തായാലും ബില്ല് ടേബിൾ ചെയ്തിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ തന്നെ അത് അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ച് മാസം 10-നും 25-നും ഇടയിലാണ് ബില്ല് ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിശദീകരണം തരുമ്പോൾ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാനുള്ള അവസരം തരണം. അതല്ലെങ്കിൽ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ ഞാൻ പറയാനുള്ള എനിക്ക് പറഞ്ഞിട്ട് സാധിച്ചിട്ടില്ല. കയ്യേറ്റക്കാരാണോ ഭൂമി പൈസ കൊടുത്ത് വാങ്ങിച്ചവരാണോ എന്ന്
ഫാദർ ഇപ്പൊ സൂചിപ്പിച്ചു, ജോൺ മയ്യാട്ടിൽ ഫാദർ ഇപ്പൊ സൂചിപ്പിച്ചു, 1987 പറവൂർ കോടതിയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം 289ന്റെയും പിന്നെ 218 പേരുടെ ഒരു കണക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു അവിടെ കയ്യേറിയിട്ടുള്ളവരെ, അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ കോടതിയുടെ പരാമർശം പറഞ്ഞു. അതൊക്കെ നേരത്തെ പറഞ്ഞതാണ് മുജീബ് റഹ്മാൻ. വെറുതെ സമയം കളയാതെ ഷോൺ പ്ലീസ് പറഞ്ഞോളൂ. ഷോൺ പറഞ്ഞോ. അതായത് ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ഇതിപ്പോ അച്ഛൻ ദീപിക വായിച്ചാലും മുജീബ് റഹ്മാൻ മാധ്യമവും ചന്ദ്രികയും വായിക്കുന്നൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഹൈക്കോടതിയിൽ വഖഫ് സംരക്ഷണ സമിതി കൊടുത്ത കേസ് എന്താണ്? ഇത് ഈ ഭൂമി വഖഫാണോ എന്ന് ചോദിച്ചുകൊണ്ടാണോ നിങ്ങൾ കേസ് കൊടുത്തത്? അല്ല, നിങ്ങൾ കൊടുത്ത കേസ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ നിയോഗിച്ച CN രാമേന്ദ്രൻ കമ്മീഷന് നിയമപരമായി നിലനിൽപ്പില്ല, അതുകൊണ്ട് ആ കമ്മീഷനെ അസാധുവായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ഹൈക്കോടതി പോയത്. അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായും നിലവിലുള്ള വഖഫ് ആക്ട് പ്രകാരം നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള, നിങ്ങൾ പറയുന്ന പോലെ ഈ വഖഫ് ഭൂമി ഇപ്പോ എന്താണ് ഇപ്പോ വഖഫിന്റെ പൊസഷനിൽ തന്നെയല്ലേ ആ ഭൂമി ഇരിക്കുന്നത്? വില്ലേജ് രേഖ പ്രകാരം, സിവിൽ നിയമങ്ങൾ പ്രകാരം ഇപ്പോൾ വഖഫിന്റെ നിയമപരിധിയിലാണ് വസ്തു ഇരിക്കുന്നത്. കോടതിക്ക് അതില്ല എന്ന് പറയാൻ പറ്റുമോ? കോടതി പറഞ്ഞ എന്താണ്? നിലവിലുള്ള വഖഫ് ആക്ട് പ്രകാരം ആ വസ്തു ഇപ്പോ വഖഫ് ബോർഡിന്റെ കയ്യിലാണ് എന്നുള്ളത് ആണ് എന്റെ മുമ്പിൽ വന്ന രേഖകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താ നിങ്ങൾ സമർപ്പിച്ച രേഖ എന്താണ്? നിങ്ങൾ അതിന്റെ സിവിൽ രേഖകളും അതിന്റെ പൊസഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത് അതാണ്. അവിടെ എവിടെയെങ്കിലും ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് ബെച്ചു കുര്യൻ സാറിന്റെ ബെഞ്ചിന് മുമ്പിൽ നിങ്ങൾ ചോദിച്ചോ? ഇല്ല. രണ്ടാമത്തെ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം നേരിട്ട് അവിടെ ഹാജരായിരുന്നു, ഞാൻ ആ കോടതിയിൽ ഉണ്ടായിരുന്നു. പൂന്തോട്ടം സാറാണ് ഇവിടെ നമ്മുടെ ജോസഫ് ബെന്നി മുനമ്പം ഭൂസംരക്ഷണ സമിതി ആ കേസിൽ കക്ഷി ചേരുവാനായി അവിടെ വന്നത്. ആ വന്നപ്പോ അരമണിക്കൂറാണ് വഖഫ് സംരക്ഷണ നമ്മുടെ മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയായ ജോസഫ് ബെന്നി കക്ഷി ചേരാതിരിക്കുവാനായിട്ട് ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ അഭിഭാഷകർ അരമണിക്കൂർ അവിടെ ബഹളം ഉണ്ടാക്കി. അവസാനം ഇതേ നിങ്ങൾ ഇപ്പൊ പറയുന്ന ബെച്ചു കുര്യൻ സാർ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ആകാമെങ്കിൽ അവിടെ താമസിക്കുന്ന ആ പാവപ്പെട്ടവർക്ക് ഈ കേസിൽ കക്ഷി ചേരാൻ അവകാശമില്ലേ? ഹു ആർ യു? നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് മാൻഡേറ്റ് ആണുള്ളത്? അതിനേക്കാൾ അവകാശം യഥാർത്ഥത്തിൽ അവിടെ താമസിക്കുന്ന അവിടെ ഇപ്പോ അവിടെ നിന്ന് കുടിയേർക്ക് ഭീഷണി നേരുന്ന അവർക്ക് അവരുടെ വാദം പറയാനുള്ള അവസരം കൊടുക്കണ്ടേ എന്ന് ചോദിച്ചതും ഇതേ കോടതി തന്നെയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ, വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഈ വഖഫ് ഇപ്പൊ നിലവിലുള്ള ആക്ട് പ്രകാരം, ഇപ്പൊ നിങ്ങൾ വഖഫ് ഭേദഗതിനെ കുറിച്ച് മിണ്ടണ്ട, നിലവിലുള്ള ആക്ട് പ്രകാരം ആ കമ്മീഷൻ എന്തു റിപ്പോർട്ട് സമർപ്പിച്ചാലും അതിന് നിയമസാധുതയില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അച്ഛനും ആരിഫിനും ഇവിടെ ഇരിക്കുന്ന ആങ്കർക്കും എല്ലാം അറിയാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കമ്മീഷന്റെ നിലവിലുള്ള ആ കമ്മീഷന്റെ പഠനങ്ങൾക്കെതിരെ നിങ്ങൾ കോടതിയെ സമീപിച്ചത്? കാരണം ആ കമ്മീഷൻ എന്ത് റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നെങ്കിലും ആ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കോടതിയിൽ നിന്നും ആ കമ്മീഷൻ റിപ്പോർട്ടിനെ സെറ്റ് അസൈഡ് ചെയ്യാനോ ആ കമ്മീഷൻ റിപ്പോർട്ടിനെ റദ്ദ് ചെയ്യാനോ നിങ്ങൾക്ക് കഴിയുമായിരുന്നു. അപ്പോൾ ആ കമ്മീഷൻ റിപ്പോർട്ടിനെ പോലും നിങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നതിൽ നിങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, നിങ്ങൾക്ക് കൃത്യമായ വർഗീയ വിഭജനം നിങ്ങളുടെ ലക്ഷ്യമാണ്. അതിലൂടെ ഒരു രാഷ്ട്രീയ വർഗീയ ധ്രുവീകരണമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. SDPI വരുന്ന 12-ാം തീയതിയും 17-ാം തീയതിയും കൊല്ലത്തും കോഴിക്കോടുമാണെന്നാണ് എൻ്റെ വിശ്വാസം. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ SDPI സംഘടിപ്പിച്ചിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ വലിയ രീതിയിലുള്ള മതസ്പർദ്ധ വളർത്തുവാൻ വേണ്ടി നിങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ. ഞാൻ പറയട്ടെ, അവിടെ നിന്ന് അതായത് ഈ ജനം ചാനൽ ചർച്ച ചെയ്ത ആ പള്ളിമുറ്റത്ത് നിന്ന് നിൽക്കുന്ന ആ മുജീബ് റഹ്മാനെ അല്ല ഇന്ന് ഞങ്ങൾക്ക് ചാനൽ ചർച്ചയിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾ അവിടെ നിന്ന് പാവം മത്സ്യത്തൊഴിലാളികളെ എന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്ത നിങ്ങൾ ഇന്ന് അവിടെയുള്ള അതേ വ്യക്തികളെ കുടിയേറ്റക്കാരെന്നും കയ്യേറ്റക്കാരെന്നും ചിത്രീകരിക്കുന്നു. അപ്പോ അവിടെ അത് മാത്രമല്ല, അവിടെ പത്രസമ്മേളനത്തിൽ വഖഫ് ഭൂമിയിൽ 1 സെന്റ് പോലും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആർക്കോ വേണ്ടി ഒരു നാടകം കളിക്കാൻ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ പറഞ്ഞു വെക്കണം. മാത്രമല്ല, ഇവിടെ തിരുവസ്ത്രമിട്ട ഒരു വൈദികനെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇവിടെ തീവ്രവാദിയാക്കി ചിത്രീകരിക്കുന്നു. അത് കേൾക്കുമ്പോൾ വേദനിക്കുന്ന കുറെ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ലക്ഷ്യം? നിങ്ങൾക്ക് മതസ്പർദ്ധ വർദ്ധിപ്പിക്കുക. ഇവിടെ
വലിയ രീതിയിലുള്ള ഇതിനെതിരെ വലിയ രീതിയിൽ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കണം. അതുവഴി നിങ്ങൾക്ക് കേരളത്തിന്റെ ഭരണത്തെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം ഇവിടെ യാഥാർത്ഥ്യമാക്കണം. ആ വലിയ ലക്ഷ്യത്തിലൂടെയാണ് നിങ്ങൾ ഇതിന് പുറത്തു പോകുന്നത്. അല്ലാതെ നിങ്ങൾക്ക് അവിടെ ആ പാവപ്പെട്ടവരുടെ 114 ഏക്കർ ഭൂമിയൊന്നും അല്ല നിങ്ങളുടെ ലക്ഷ്യം. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറന്നുപോയി, ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അത് നിങ്ങൾ മറന്നുപോയി. നിങ്ങൾ എത്ര തുള്ളിയാലും അവിടെ ആ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ഈ രാജ്യത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ രാഷ്ട്രീയം നടക്കില്ല എന്ന് കരുതി വെച്ചോളൂ. ഓക്കെ, ഡോക്ടർ ആരിഫ്, കഴിഞ്ഞ ദിവസം നമ്മൾ ആ തിരുപ്പറംകുன்றത്തെ ആ വിഷയമാണ് ചർച്ച ചെയ്തത്. താങ്കൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത് സ്ഥാപിച്ച തിരുപ്പറംകുன்றത്തെ ആ മുരുകക്ഷേത്രം അത് ഇപ്പോൾ വഖഫ് ഭൂമിയാണ് എന്നാണ് പറഞ്ഞത് ആരാണെന്നറിയോ? തമിഴ്നാട് വഖഫ് ബോർഡിൻ്റെ അധ്യക്ഷനായിട്ടുള്ള രാമനാഥപുരം MP കൂടിയായിട്ടുള്ള കനിയാണ്. അപ്പോൾ നോക്കൂ, കനി അവിടെ അങ്ങനെ സംസാരിക്കുന്നു, ഇവിടെ ഇത് സക്കീർ ഇങ്ങനെ സംസാരിക്കുന്നു, ഒരേ സ്വരത്തിൽ. അല്ല, ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് പാർലമെന്റ് ഇരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്, നമ്മളെ ഡൽഹി എയർപോർട്ട് ഇരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്, അങ്ങനെ സുപ്രീം കോടതി വരെ വഖഫ് ഭൂമിയിലാണ്. ഇതൊക്കെ പ്രസംഗിച്ചത് കാക്കാമാർ ഇതുപോലുള്ള ഉസ്താദുമാർ തന്നെയാണ്. അവരെ നമ്മൾ തീവ്രവാദി തന്നെ നമ്മൾ വിളിക്കേണ്ടി വരിക, ഈ മുജീബ് റഹ്മാൻ ഉദ്ദേശിച്ച വാക്കുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ ഇദ്ദേഹം എത്ര ലാഘവത്തോടു കൂടിയാണ് എന്നെ തള്ളിക്കളഞ്ഞതെന്ന് ആലോചിച്ച് നോക്കിയോ. അത് നിയമത്തിന്റെ സംവിധാനം, ഒരു പരിരക്ഷയുള്ള ഒരു ബോഡിയുടെ ഒരു പ്രതിനിധി പറയുമ്പോൾ അത് ഗവൺമെന്റ് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയേണ്ടതില്ല എന്നാണ് ആൾ പറഞ്ഞത്. എനിക്ക് ആളോട് ചോദിക്കാനുള്ളത്, സപ്പോസ് ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന ഒരു സംഗതി നമ്മളെ പാർലമെന്റിൽ അവതരിപ്പിച്ച് ഭേദഗതി വന്നു കഴിഞ്ഞാൽ അപ്പോഴും അതൊരു ഗവൺമെന്റ് ബോഡി തന്നെയല്ലേ ആവുക. അപ്പോൾ ഗവൺമെന്റ് പറയാണ് ഈ സാധനം ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ഭേദഗതി നടത്തിയിരിക്കുന്നു, ഇത് വഖഫ് ഭൂമിയല്ല, ഇനി ആ പേരും പറഞ്ഞ് ഒരു സംരക്ഷണ സമിതി മുതലാളി ഈ വഴിക്ക് വരരുത് എന്ന് പറഞ്ഞാൽ അപ്പോഴും ഇതിനെ ഇപ്പൊ പറഞ്ഞ അതേ ന്യായം അല്ലെങ്കിൽ ഇതേ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചു റാഷണൽ വെച്ചുകൊണ്ട് ഇദ്ദേഹം ആ നിയമത്തെയും അങ്ങ് അംഗീകരിച്ച് മിണ്ടാതെ ഇരിക്കുമോ എന്നാണ് എനിക്കിപ്പോൾ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല മനസ്സ്, ഈ നിയമത്തോടുള്ള ഒരു വിധേയത്വം, അത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കുളിര് പോരുകയാണ്, രോമാഞ്ചം വരികയാണ്. അപ്പം ഇതൊക്കെ കാണിക്കണം എന്താണ്, തങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വരുമ്പോൾ അതിനോട് വലിയ ഒരു വിധേയത്വവും അതിനോട് വലിയ ഒരു അങ്ങ് മുട്ടിൽ കഴിഞ്ഞിട്ടുള്ള സ്നേഹം കാണിക്കലും ഒക്കെ ഒരു വശത്തും, തങ്ങൾക്ക് വിരുദ്ധമായതോ തങ്ങളുടെ കുഴപ്പങ്ങൾ കൈയോടെ പിടികൂടി അത് ഇവിടെ വെളിച്ചത്ത് കൊണ്ട് ഇതുപോലെ വെയിലത്ത് തുണി ഉരിഞ്ഞിങ്ങനെ നിർത്തുന്ന അവസ്ഥ ഉണ്ടാവുമ്പോൾ അപ്പോൾ കിടന്ന് നിലവിളിയും ഇരവാദ ഇറക്കലും ഇത് നമ്മൾ കാലങ്ങളായിട്ട് കാണുന്നതാണ്. അപ്പം അതുകൊണ്ട് മുജീബിനോട് എനിക്ക് ഇപ്പോഴേ പറയാനുള്ളത്, ഭേദഗതി വന്നു കഴിയുമ്പോൾ ഇനി അന്നേരം വന്നിട്ട് നിലവിളിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ അതേ കാരണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഗവൺമെന്റിന്റെ സംവിധാനമാണ്. ഗവൺമെന്റിന്റെ സംവിധാനത്തിൽ അതിന് പാകപ്പിഴവുകളുണ്ടെങ്കിൽ അത് സംസാരിക്കാനും ചർച്ച ചെയ്യാനുള്ള ജനാധിപത്യ സംവിധാനത്തിലാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ മതത്തിന്റെ നിയമങ്ങൾ മതേതരമായ മൂല്യങ്ങൾക്ക് മുകളിൽ പോയിക്കൊണ്ട് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ ജീവിതത്തിനും അവരുടെ നിയമ പരിരക്ഷയോടുകൂടിയുള്ള റവന്യൂ അവകാശങ്ങളോടുകൂടി പോലും നിലനിൽക്കാനുള്ള അവകാശങ്ങളെ ഇതുപോലെ ഹനിക്കുന്ന രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുന്ന മതനിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ നരകിക്കുന്ന അവസ്ഥ വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യും. ആ സമയത്ത് നിങ്ങൾ വർഗീയത വളർത്തുന്നതെന്ന് പറഞ്ഞ് ഇരവാദം ഇറക്കിയിട്ട് കാര്യമില്ല. ഇദ്ദേഹം ഇവിടെ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചപ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉടനെ ഇടപെടുന്നതെന്നൊക്കെ പറഞ്ഞ് നിലവിളിയാണ്. ഈ ഇരവാദം നിർത്തിക്കൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതൊക്കെ കുറെ ആയില്ലേ നമ്മൾ കാണുന്നു. ഈ ഇരവാദമൊക്കെ നടത്തിയിട്ടല്ലേ നമ്മൾ ഈ വഴിയൊക്കെ ഇവിടെ വരെയൊക്കെ എത്തിയത്. അപ്പം നമുക്കറിയാം എങ്ങനെയാണ് ഇസ്ലാമിന്റെ രീതി, ഇസ്ലാമിന്റെ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രീതി എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊന്നും ഞാൻ വിളിക്കാറില്ല, പക്ഷെ ഇവിടെ ഇപ്പോൾ പറയേണ്ടി വരികയാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ പൊളിറ്റിക്സ് ആണ്. അത് നമ്മൾ വെസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. Say no to democracy, say yes to Islam എന്നാണ് അവിടെ പറയുക. അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞ ജനാധിപത്യത്തെ നിഷ്കാസനം ചെയ്തുകൊണ്ട് റിപ്ലേസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇസ്ലാം. ഇതറിയാൻ വേണ്ടിയിട്ട് പറയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് മറ്റു മതം പോലെ ഒരു മതമായിട്ട് പോലും തെറ്റിദ്ധരിക്കുന്ന ജനം TV പോലും ഇവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയല്ല, ഇസ്ലാമിനെ കാണേണ്ടത് ഒരു പൊളിറ്റിക്കൽ ഒരു കൾട്ട്, ആ ഒരു ഔട്ട്ഡേറ്റഡ് ആയ ഒരു ഫാഷിസ്റ്റ് ഐഡിയോളജി ആയിട്ട് തന്നെയാണ്. അതിനെ ഇതുപോലെ പച്ചക്കിരുന്ന് വെളുപ്പിക്കുകയും അതിന് വേണ്ടിയിട്ട് ജനാധിപത്യ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുക, കൂട്ടുപിടിക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളെ വാഴ്ത്തുപാട്ട് പാടിക്കൊണ്ട് അങ്ങ് എന്താണ് വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന മറ്റൊരു വേർഷൻ കാണിക്കുക. ഇതൊക്കെ നമ്മൾ ഒന്ന് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുജീബ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഭേദഗതി വരാൻ തന്നെയാണ് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് അത് ചെയ്യണം. ഇത് വൈകിപ്പിക്കുന്ന BJP-യോടാണ് എൻ്റെ ഇപ്പോൾ ഉള്ള ഒരു വിയോജിപ്പ്. കാരണം ഈ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല.
അതിനും ചെലവുണ്ട്, അതിന് ആളുകളുടെ ജീവന് വില കൊടുത്തുകൊണ്ട് തന്നെയാണ് അത് അവിടെ നടത്തുന്നത്. എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ഒരു ബാധ്യത അത് BJPക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണയെങ്കിലും അത് പാസ്സാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാടത്തത്തിന് കൂട്ടുനിൽക്കുന്ന ആ അവസ്ഥയിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കാൻ ഇത് ഒരു വഴി വരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുപോലെയുള്ള സംരക്ഷണ സമിതി എന്നൊക്കെ പേരിട്ട് കാട്ടുന്ന ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഇത്തരം കൊള്ള, അതിന് കൂട്ടുനിൽക്കാൻ ഒരാൾക്കും ഇവിടെ സാധിക്കാൻ പാടില്ല, മുജീബിനും സാധിക്കാൻ സമ്മതിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, ഇതൊക്കെ ഏതായാലും മുനമ്പൻ ജനതയുടെ പ്രതീക്ഷ തല്ലിക്കെടുത്തുന്ന പരാമർശമാണ് വഖഫ് ബോർഡ് ചെയർമാൻ സക്കീറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള പരാമർശം, എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പ്രസ്താവനയാണ് ഇത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മത തീവ്രവാദികൾക്ക് ഊർജം പകരും എന്നതിൽ സംശയമില്ല. കുടിയൊഴിപ്പിക്കലിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നവരെ കയ്യേറ്റക്കാരെന്ന് കൂടി വിളിച്ചാക്ഷേപിക്കുന്നതും ശരിയല്ല. സമവായത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കുന്നവരെ, നേരത്തെ ഫാദർ ജോഷി മയ്യാറ്റിൽ അത് പറയുകയുണ്ട്. ഏകദേശം 125 ദിവസമായി സഹന സമരത്തിൻ്റെ പാതയിലാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം അരക്ഷിതാവസ്ഥയുടെ നിലയില്ലാ കയത്തിലേക്ക് തള്ളിവിടുന്നത് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഭൂഷണമാണോ എന്ന് സക്കീർ സ്വയം ചിന്തിക്കുക. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.